ഇന്നത്തെ കലാ സാംസ്കാരിക വേദി മോഡറേറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതനായ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് ചെയർമാനും കലാ സാംസ്കാരിക രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീ ഗ്രിഗറി മേഡയിലും ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയും നർത്തകിയും പ്രാസംഗികയുമായ അന്ന ടോമും ചേർന്നാണ്. ഗ്രിഗറി മേഡലിനെയും അന്ന ടോമിനെയും വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. താങ്ക് യു അങ്കിൾ. പ്രയർ സോങ് ആലപിക്കുവാനായി മിസ്റ്റർ സോബിച്ചൻ ചെനാമക്കരയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഞാൻ പാടുന്ന പാട്ട് അബലച്ചൻ എഴുതിയ യേശുദാസ് സാർ പാടിയ ഒരു പാട്ട്. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം, നിന്നുടെ കരുണാധാരകളിൽ എന്നെ കഴുകണേ നാഥാ നീ. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. പാപക്കറകളെ എല്ലാം നീ നന്നായി കഴുകി കളയണമേ. താതാമാമക പാപങ്ങൾ ഘോരമെന്നും നിൻ കൺമുൻപിൽ നിന്നോടാണ് ദ്രോഹങ്ങൾ. സർവം ചെയ്തതും സർവേശ തെറ്റും കുറ്റവും എല്ലാം ഞാൻ ചെയ്തതു നിന്നോടെ തിരുമുൻപിൽ. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നോടെ കാരുണ്യം. നാഥാവൊന്നു തുറക്കണമേ, അലിവോടെന്നുടെ അധരങ്ങൾ താവകഗീതികൾ പാടിടുവാൻ. വ്യഗ്രത പൂണ്ടു വിറയ്ക്കുന്നു എളിമ നിറഞ്ഞൊരു ഹൃദയത്തിൽ. ഉള്ളു തകർന്നുള്ള അനുതാപം നിരസിക്കല്ലേ കർത്താവേ. കരുണ നിറഞ്ഞ പിതാവേ നീ കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. നിന്നുടെ കരുണാധാരകളിൽ എന്നെ കഴുകണേ നാഥാ നീ. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. നല്ലൊരു ഗാനം ഞങ്ങൾക്ക് ആലപിച്ചു തന്നതിന് താങ്ക് യു സർ. സ്വാഗത പ്രസംഗത്തിനായി പ്രസിഡന്റ് ഓഫ് WMC യൂറോപ്പ് റീജിയൻ മിസ്റ്റർ ജോളി എം പടയാട്ടിലിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അന്ന. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയന്റെ 22ാം കലാ സാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു, മുഖ്യാതിഥികളായി എത്തിയിട്ടുള്ള പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും ജനസേവ ശിശുഭവൻ സ്ഥാപകനും ചെയർമാനുമായ ശ്രീ ജോസ് മാവേലി, മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയും ഒരു കലാകാരനുമായ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ചെയർമാൻ ശ്രീ ഗോപാലപിള്ള, ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി, പ്രസ് സെക്രട്ടറി ശ്രീ ക്രിസ്റ്റഫർ വർഗീസ്, ട്രഷറർ ശ്രീ ശശികുമാർ നായർ, യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ, സെക്രട്ടറി ബാബു തോട്ടപ്പള്ളി, ട്രഷറർ ഷൈബു ജോസഫ്, മറ്റു വിശിഷ്ട അതിഥികളെ, ഗ്ലോബൽ റീജിയൻ പ്രൊവിൻസ് ഭാരവാഹികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആഗോള തലത്തിലുള്ള പ്രവാസി മലയാളികൾക്കായി ആരംഭിച്ചിരിക്കുന്ന
വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാസാംസ്കാരിക വേദിയുടെ 22ാം സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് തെരുവ് മക്കളില്ലാത്ത ഭാരതം, തെരുവ് നായ്ക്കളില്ലാത്ത കേരളം എന്നീ വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ കലാസാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ഡോക്ടർ ആർ ബിന്ദുവാണ്. നമുക്കറിയാം, ദീർഘവീക്ഷണത്തോടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നൂതനമായ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭയായ മന്ത്രിയാണ് ബഹുമാനപ്പെട്ട ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു. ശ്രീമതി ഡോക്ടർ ആർ ബിന്ദുവിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥികളായി എത്തിയിട്ടുള്ളത് ശ്രീ ജോസ് മാവേലി, അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ എന്നിവരാണ്. കഴിഞ്ഞ 25 വർഷമായി സാമൂഹ്യ സേവന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ ജോസ് മാവേലി. തെരുവ് മക്കൾ ഇല്ലാത്ത ഇന്ത്യയും തെരുവ് നായമുക്ത ഇന്ത്യയും എന്ന ലക്ഷ്യം നേടിയെടുക്കാനായി തന്റെ ജീവിതം മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. തെരുവിലെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് 2000-ലധികം കുട്ടികളെ രക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ശിശുഭവന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ദേശീയ തലത്തിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്ത് ജനസേവ ഉഡാൻ അക്കാദമിയിൽ 1300 കുട്ടികളെ ഇപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അദ്ദേഹം തുടങ്ങിയ വൻതര അക്കാദമിയിലും 100-ലധികം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. തെരുവ് നായ വിപത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജോസ് മാവേലി അതിനായി നിയമ പോരാട്ടങ്ങളും സമര പരമ്പരകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീ ജോസ് മാവേലിയെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയും ഹൈക്കോർട്ട് അഭിഭാഷകനുമാണ് അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ. അദ്ദേഹം മന്ത്രിയായിരിക്കെ ഗതാഗത വകുപ്പിൽ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കിയതിന്റെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേൾഡ് മലയാളി കൗൺസിലിന്റെ അനിശ്ചിത നേതാവും തുടക്കം മുതൽ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണ് ഗ്ലോബൽ ചെയർമാൻ ശ്രീ ഗോപാലപിള്ള സാറിനെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. വേൾഡ് മലയാളി കൗൺസിലിന്റെ ശക്തി സ്രോതസ്സും പ്രമുഖ വ്യവസായിയും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സിഇഒയും ആഗോളതലത്തിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണ് വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി. ശ്രീ ജോൺ മത്തായി സാറിനെ സ്നേഹ ആദരവുകളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മികച്ച സംഘടനാ പാഠവത്തോടെ വേൾഡ് മലയാളി കൗൺസിലിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജസ്വലനായ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫർ വർഗീസിനെയും കണക്കുകളിൽ കൃത്യതയും കാർക്കശ്യവും പുലർത്തുന്ന ഗ്ലോബൽ ട്രഷറർ ശശികുമാർ നായരെയും ഊഷ്മളമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രൊവിൻസ് തലം മുതൽ ഗ്ലോബൽ പ്രസിഡന്റ് ചെയർമാൻ തലം വരെ പ്രവർത്തിച്ചിട്ടുള്ള പരിചയസമ്പന്നനായ വ്യക്തിയാണ് യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജോളി തടത്തിലിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യൂറോപ്പ് റീജിയൻ ജനറൽ സെക്രട്ടറി ബാബു തോട്ടപ്പള്ളി, ട്രഷറർ ഷൈബു ജോസഫ്, രാജു കുന്നക്കാട്, സാം ഡേവിഡ്, ബൈജു ജോസഫ് എടുക്കുന്നത് എന്നിവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിയിട്ടുള്ള വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് ചെയർമാൻ ശ്രീ ഗിരിഗിരി മേടയിൽ, വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ എന്നിവരെയും ഈ വേദിയിൽ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഊർജ്ജസ്വലരായ ജനറൽ സെക്രട്ടറി ശ്രീ ക്രിസ്റ്റഫർ വർഗീസ്, ഗ്ലോബൽ വൈസ് ചെയർമാൻ ശ്രീ ഗിരിഗിരി മേഡയിൽ, അമേരിക്കൻ റീജിയൻ പ്രസിഡന്റ് ശ്രീ ജോൺസൺ തലശ്ശേരി, ഗ്ലോബൽ വിമൻസ് ഫോറം പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ലളിത മാത്യു, ശ്രീമതി സിന്ധു ഹരികൃഷ്ണൻ, ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫോറം പ്രസിഡന്റ് ഡോക്ടർ ജിമ്മി ലോനപ്പൻ, പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോർജ് കാളിയാടൻ, ലോകപ്രശസ്ത സാഹിത്യകാരനായ ശ്രീ കാരൂർ സോമൻ, UK പ്രൊവിൻസ് പ്രസിഡന്റ് ശ്രീ സൈബിൻ പാലാട്ടി, UK നോർത്ത് ഈസ്റ്റ് പ്രസിഡന്റ് ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ്, ദുബായ് പ്രൊവിൻസ് ചെയർമാൻ പി പോൾസൺ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കലാസാംസ്കാരിക വേദിയിൽ കലാവിരുന്നൊരുക്കുവാനെത്തിയ പ്രമുഖ ഗായകരായ ശ്രീ സോബിച്ചൻ ചേന്നങ്കര, ശ്രീ ജെയിംസ് പാത്തിക്കൽ, ശ്രീ ലിതീഷ് രാജ് പി തോമസ്, നർത്തകിമാരായ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അൽ ഖ്വൈൻ പ്രൊവിൻസിലെ സുരഭി പ്രശാന്തും, ആലുവ തോട്ടക്കാട്ടുകര നബീധ്വനി ഡാൻസ് സ്കൂളിലെ സിന്ധു ഹരികൃഷ്ണൻ, വൈഗ, മയൂക, ദിയ, ആൻഡിയ, ശിഖ, ഗോപിക, ടീച്ചർ ശ്യാം കിരൺ, കോർഡിനേറ്റർ ലത ജെറോം എന്നിവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ റീജിയൻ, പ്രൊവിൻസ് എന്നിവിടങ്ങളിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് പ്രദീപ്, നിതീഷ് രാജ് പി തോമസ്, പ്രൊഫസർ ഡോക്ടർ ബിനേഷ് ജോസഫ്, സൈബിൻ പാലാട്ടി, വിജയ് സെബാസ്റ്റ്യൻ, രാജു കുന്നക്കാട്, ചിനു പടയാട്ടിൽ, സാം ഡേവിഡ്, ബാബു ചെമ്പകത്തിനാൽ, സാറാമ്മ ജോസഫ്, ജെയിംസ് പാത്തിക്കൽ, ജോസഫ് വെറ്റ്മാൻ എന്നിവരെയും ഇന്ന് ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന ജോൺസൺ തലശ്ശല്ലൂർ, ഡേവിസ് എമാനുവൽ എന്നിവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുവാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിങ്ങൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
നന്ദി, നമസ്കാരം. താങ്ക് യു ജോളി. ഇനി അടുത്തത് ഇനാഗുറേഷൻ ആണ്. ഓണറബിൾ മിനിസ്റ്റർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഡോക്ടർ ബിന്ദു, ഇൻകംബന്റ് മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, വാസ് ദ ഫോർമർ വൈസ് പ്രിൻസിപ്പൽ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് അറ്റ് ശ്രീ കേരള വർമ്മ കോളേജ്, തൃശൂർ. She was elected as a MLA from the ഇരിങ്ങാലക്കുട കോൺസ്റ്റിറ്റ്യൂസി 2021. ഇത്രയും നാളത്തെ ഭരണ സാമർഥ്യം അല്ലെങ്കിൽ ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തി വെക്കുന്ന ആ പരിവർത്തനങ്ങൾ എപ്പോഴും ഏതു സമയത്തും അഭിനന്ദനം അർഹിക്കുകയാണ്. താൻ പ്രതിനിധീകരിക്കുന്ന അസംബ്ലിയിൽ നിന്നും അതിലുപരി കേരള ജനതയുടെ ആകാംക്ഷയ്ക്കനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയെ നയിക്കുവാനുള്ള കഴിവും അങ്ങനെ എല്ലാം കൂടി സ്വാധീകരിച്ചിരിക്കുന്ന മിനിസ്റ്റർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഡോക്ടർ ആർ ബിന്ദുവിനെ സാദരം ഇനാഗുറേഷന് വേണ്ടി ക്ഷണിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിലിന്റെ യൂറോപ്യൻ റീജിയനിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സുഹൃത്തുക്കളെ, വേൾഡ് മലയാളി കൗൺസിലിന്റെ യൂറോപ്യൻ റീജിയന്റെ പ്രതിമാസ യോഗങ്ങളുടെ ഭാഗമായി വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ ആധാരമാക്കിയുള്ള ചർച്ച ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന പരിപാടിയിൽ സംബന്ധിക്കുന്ന ഏവർക്കും കേരളത്തിലെ ജനങ്ങളുടെയും സർക്കാരിന്റെയും ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കേരളത്തെക്കുറിച്ചുള്ള ഗൃഹാതുര സ്മരണകൾ വളരെ അരുമയായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും തന്നെ. ലോകത്ത് തന്നെ നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഇടം കേരളമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പച്ചപ്പ് നിറഞ്ഞ വളരെയേറെ പ്രകൃതി രമണീയമായ ഒരു നാട്ടിലാണ് നമ്മുടെ വേരുകൾ ഉള്ളത് എന്നുള്ളത് തീർച്ചയായും ഏവർക്കും അഭിമാനം തോന്നേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനപ്പുറം ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത അനുഭവങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കേരളം. കുറഞ്ഞ സാമ്പത്തിക സ്രോതസ്സുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച ജീവിത നിലവാരം ഏവർക്കും ഉറപ്പു നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടാണ് എന്നും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. സമഭാവനയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ജനതയാണ് കേരളത്തിലുള്ളത്. ഈ കാരണത്താൽ തന്നെ സമൂഹത്തിൽ മിക്കവാറും എല്ലാവർക്കും മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള ഉയർന്ന ജീവിത നിലവാരം ഉറപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെയും ആരോഗ്യ മേഖലയുടെയും എല്ലാം മേന്മ ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ളതാണ്. പ്രശസ്തരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരും സോഷ്യോളജിസ്റ്റും എല്ലാം കേരളത്തിന്റെ ആ സമാനതകളില്ലാത്ത വികസന മാതൃക കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ വളരെയേറെ അഭിനന്ദിച്ചിട്ടുള്ളതാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ വളരെ വിപുലമായിട്ടുള്ള അനുഭവ സമ്പത്തുള്ളവരാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത അതിന്റെ നീണ്ടുകിടക്കുന്ന തീരപ്രദേശമാണ്. ആ തീരപ്രദേശത്ത് കൂടെ വന്നു ചേർന്ന എല്ലാ സാംസ്കാരിക സവിശേഷതകളെയും നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. വിവിധ ഭാഷകൾ, സംസ്കാരങ്ങൾ, അറിവുകൾ എല്ലാം നമ്മൾ നന്നായി പിടിച്ചെടുക്കുകയും കേരളത്തിൻ്റെ സംസ്കാരത്തിലേക്ക് അതൊക്കെ അലിഞ്ഞു ചേരുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ലഭിച്ച അറിവുകൾ നമ്മുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ട്. നിങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ആർജിക്കുന്ന അനുഭവ സമ്പത്തും ജീവിത പരിചയവും തീർച്ചയായും കേരളത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള ആവശ്യമാണ്. തീർച്ചയായും പുതുതലമുറയ്ക്ക് നിങ്ങളുടെ വിപുലമായ അനുഭവങ്ങൾ പങ്കിടുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ള വിനയപൂർണമായ ഒരു അഭ്യർത്ഥനയാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുന്നത്. അതിന് ധാരാളം അവസരങ്ങൾ ഞങ്ങളിപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള ഡയോസ്പോറ അക്കാദമിക രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രവാസികൾ, ബുദ്ധിജീവികൾ, ഗവേഷണ അനുഭവങ്ങളുള്ളവർ, ഇവർക്കൊക്കെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തീർച്ചയായും സഹായിക്കാൻ സാധിക്കും. അക്കാഡമിയ ഇൻഡസ്ട്രി ഇന്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വിദ്യാഭ്യാസ മേഖലയും വ്യാവസായിക മേഖലയും കൈകോർക്കുന്ന സന്ദർഭത്തിൽ വ്യവസായ രംഗത്തെ പ്രമുഖർക്കും ഞങ്ങളെ ഏറെ സഹായിക്കാൻ സാധിക്കും. കേരളത്തിലെ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും അലുമിനി രൂപീകരിച്ച് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഗ്ലോബൽ അലുമിനി മീറ്റ് സംഘടിപ്പിക്കുകയാണ് ആഗസ്റ്റ് 30 നിങ്ങളേവരെയും ഞാൻ ആ മീറ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നേരിട്ടോ ഓൺലൈനായോ കേരളത്തിലെ ആദ്യത്തെ
ഗ്ലോബൽ അലുമിനി മീറ്റിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, 3 മിനിറ്റിൽ ഒതുക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇന്നത്തെ ഒരു വിഷയം വളരെ പ്രസക്തമാണ്. തെരുവു കുട്ടികളില്ലാത്ത ഒരു നാട് എന്ന് പറയുമ്പോൾ അതും നമ്മുടെ കേരളം ഒരു മാതൃകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ തെരുവിൽ പണി ചെയ്യേണ്ടി വരുമ്പോൾ കേരളത്തിലെ എല്ലാ കുട്ടികളും, അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾ ഉൾപ്പെടെ സ്കൂളുകളിലേക്ക് പോവുകയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. സാർവത്രിക വിദ്യാഭ്യാസമാണ്. എല്ലാ കുട്ടികളും മികച്ച നിലയിൽ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം ആർജിക്കുന്നു. നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ശിവകാശിയിൽ പടക്ക കമ്പനികളിലും തീപ്പറ്റി കമ്പനികളിലുമൊക്കെയാണ് കുട്ടികൾ പണിയെടുക്കുന്നത്. അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് ആ കമ്പനികളിലൊക്കെ ഉള്ളത്. അതുപോലെ കുർജയിലെ മൺപാത്ര നിർമ്മാണ യൂണിറ്റുകൾ, മുറാദാബാദിലെ വെങ്കല യൂണിറ്റുകൾ, ഇതൊക്കെ തന്നെ അപകടകരമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ധാരാളം കുട്ടികൾ അവിടെയൊക്കെ പണിയെടുക്കുകയാണ്. കേരളത്തിൽ അത്തരം അനുഭവങ്ങളില്ല എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ വകതരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തെ ആ നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അത്തരം കാര്യങ്ങളിൽ സംസ്ഥാനത്തെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കൊറോണയുടെ ഘട്ടത്തിലും പ്രളയത്തിൻ്റെ ഘട്ടത്തിലുമെല്ലാം അതിജീവിക്കുന്നതിന് വലിയ സഹായം നൽകിയവരാണ് ലോകമെമ്പാടും വിച്ഛിന്നമായി കിടക്കുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ. ഇനിയും നിങ്ങളുടെ സഹായഹസ്തം സംസ്ഥാനത്തിനു വേണ്ടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ലഭ്യമാകുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നാടിനു വേണ്ടി സജീവമായി നിങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു മാം. ആശംസ പ്രസംഗത്തിനായി മിസ്റ്റർ ജോൺ മത്തായിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എല്ലാവർക്കും വേൾഡ് മലയാളി കൗൺസിലിന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഹോണറബിൾ മിനിസ്റ്റർ ഡോക്ടർ ആർ ബിന്ദു, അതുപോലെ തന്നെ വേൾഡ് മലയാളി കൗൺസിലിന്റെ യൂറോപ്പ് റീജിയന്റെ പ്രസിഡന്റ് ജോളി പടയാറ്റിൽ, അതുപോലെ മുൻ മന്ത്രി ജോസ് തെറ്റേൽ സാറ്, വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള സാറ്, മറ്റ് എല്ലാ റീജിയനിൽ നിന്നും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. കാരണം എല്ലാ മാസവും അതിൻ്റെ ലാസ്റ്റ് സാറ്റർഡേ യൂറോപ്പ് റീജിയൻ ഒരുക്കുന്ന കലാസാംസ്കാരിക വേദി വേൾഡ് മലയാളി കൗൺസിലിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഓരോ മാസവും എടുക്കുന്ന വിഷയം മിനിസ്റ്റർ പറഞ്ഞ പോലെ സാമൂഹിക നന്മ, സമൂഹത്തിൻ്റെ നന്മ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു വിഷയമാണ് യൂറോപ്പ് റീജിയൻ ഏറ്റെടുക്കുന്നത്. ഇന്നെടുത്തതും തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷയം തന്നെയാണ് ഇന്നത്തെ സബ്ജക്റ്റ്. അതിനു വേണ്ടിയിട്ടുള്ള വിദഗ്ധരും അതിനെ എക്സ്പെർട്ടൈസ്ഡുള്ള ആൾക്കാരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും. എന്നാൽ വേൾഡ് മലയാളി കൗൺസിൽ ഈ കഴിഞ്ഞ 30 വർഷമായി ചെയ്തു വരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലോകത്ത് നമ്മൾ ഉള്ള എല്ലാ മലയാളികളും, കേരളത്തിലുള്ള മലയാളികളും വിദേശത്തുള്ള മലയാളികളും തമ്മിലുള്ള ഒരു നെറ്റ്വർക്ക് ഓർഗനൈസേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ. ഇത് കേരളത്തിൻ്റെ ഉന്നമനം, മലയാളികളുടെ ഉന്നമനം, ഒറ്റ ലക്ഷ്യം മാത്രമേ ഇതിനുള്ളൂ. ഇപ്പം മിനിസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ വിദേശത്തായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ അറിവ്, വിജ്ഞാനം, അത് കേരളത്തിന് എങ്ങനെ ഗുണപ്പെടുത്താമെന്ന് ശരിക്കും ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ. അതിന് ഉദാഹരണമാണ് നമ്മൾ എടുത്തു നടത്തിയിട്ടുള്ള എല്ലാ പ്രൊജക്റ്റുകളും. ആദ്യം മുതൽ തന്നെ ഗ്രാമങ്ങൾ ദത്തെടുക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് മോഡൽ ഗ്രാമങ്ങളെ സൃഷ്ടിക്കുക. എങ്ങനെയായിരിക്കണം ഒരു ഗ്രാമം, നമ്മൾ വിദേശത്ത് കാണുന്ന ഗ്രാമം, യൂറോപ്പിൽ കാണുന്ന ഗ്രാമം, അമേരിക്കയിൽ കാണുന്ന ഗ്രാമം, നമ്മൾ ഗൾഫിൽ കാണുന്ന ഒരു പ്രദേശം എങ്ങനെയായിരിക്കണമെന്ന് ഒരു പ്രവാസിയുടെ സ്വപ്നമാണ്. ആ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കപ്പെടണമെന്ന്, കേരളത്തിൽ അതെങ്ങനെ മോഡലാക്കണമെന്ന് അതീവമായ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ആ പ്രൊജക്ട് നമ്മൾ ഏറ്റെടുത്തത്. അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് റിമോട്ട് ഏരിയകളിൽ ഗ്രാമങ്ങൾ ദത്തെടുത്ത് ഒരു മോഡൽ ഗ്രാമങ്ങളാക്കി വേൾഡ് മലയാളി കൗൺസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ക്ലീൻ കേരള പ്രൊജക്റ്റ്, നമ്മൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ശുദ്ധീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ്. അതുപോലെ നദികളുടെ ശുദ്ധീകരണം, നദികളെ ശുദ്ധീകരിക്കുക, കേരളത്തിലുള്ള നദികളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വേൾഡ് മലയാളി കൗൺസിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ അതിനുവേണ്ടി നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ കേരള, വൃക്ഷങ്ങൾ വെച്ച് നടക്കുക. ഇങ്ങനെ
വേൾഡ് മലയാളി കൗൺസിൽ ഏറ്റെടുക്കാത്ത ഒരു പ്രൊജക്റ്റുകളും ഇന്നില്ല. ഇന്ന് മിനിസ്റ്റർ ഇവിടെ സംസാരിച്ചപ്പോൾ മലയാളികൾ, ഞാൻ കഴിഞ്ഞ ഗ്ലോബൽ കോൺഫറൻസിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചാണ്, ഈ ലോക കേരള സഭ എന്ന് പറയുന്നത് ഒരു ചെറിയ വേൾഡ് മലയാളി കൗൺസിലാണ്. ആ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കൺസെപ്റ്റാണ് ലോക കേരള സഭ. അതുപോലെ നവകേരളം എന്ന് പറയുന്ന ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്ന ആ നവകേരള പ്രൊജക്റ്റ്, നവകേരളം എന്നുള്ള ഒരു സൃഷ്ടി തന്നെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെയാണ്. അപ്പോൾ എന്തുകൊണ്ടും വേൾഡ് മലയാളി കൗൺസിൽ സാമൂഹ്യ നന്മ മുന്നിൽ കണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഗ്ലോബൽ കോൺഫറൻസിൽ വീടില്ലാത്തവർക്ക് ഏകദേശം 5 വീടുകൾ നമ്മൾ നിർമ്മിച്ചു നൽകി. അതുപോലെ തന്നെ കഴിഞ്ഞ 25 വർഷം ആഘോഷിച്ചപ്പോൾ AVR ക്യാൻസർ സെൻ്ററുമായി ചേർന്ന് CH സെൻ്ററിനകത്ത് 5 വീട് രോഗികൾക്ക്, അതായത് അവിടെ വരുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് ഫ്രീ ആയി താമസിക്കാനുള്ള 5 റൂമുകളും അതിനുള്ള ഭക്ഷണത്തിനുള്ള ക്രമീകരണം നമ്മൾ ചെയ്ത് അത് നിരന്തരമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ ചെയ്യുന്ന കേരളത്തിലാണ്. അതുകൊണ്ട് അത് തുടർന്നു പോകും. കേരളത്തിൻ്റെ നന്മയാണ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. യൂറോപ്പ് റീജിയൻ്റെ ഇത് തുടങ്ങുന്ന സമയത്ത് ജോളി സാർ എന്നോട് ചോദിച്ചു, ജോളി പടാറ്റൽ സാറേ നമ്മളിങ്ങനെ നടത്തുന്നുണ്ട് എങ്ങനെ? ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ലൊരു കാര്യമാണ്. എല്ലാ മാസവും നമ്മൾ സാമൂഹിക പ്രസക്തിയുള്ള ജനങ്ങൾക്ക് നന്മ വരുന്ന ഒരു കാര്യത്തെ എടുത്ത് നമ്മൾ ചർച്ചയ്ക്ക് വരിക, അതിനെപ്പറ്റി ബോധവൽക്കരിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗ്ലോബൽ തലത്തിലുള്ള എല്ലാ പിന്തുണയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഞങ്ങളുടെ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീമാൻ ജോൺ മത്തായി വേൾഡ് മലയാളിയുടെ കുറേ ഏടുകളൊക്കെ കിട്ടിയ സമയം കൊണ്ട് പറഞ്ഞു തീർന്നു. വേൾഡ് മലയാളിയുടെ ഏടുകൾ ആ സമയത്തിലൊന്നും ഒതുങ്ങുന്നതല്ല. വേൾഡ് മലയാളി കൗൺസില് 1995 തൊട്ട് ഇന്നേ വരെ പ്രാവർത്തികമാക്കിയിരിക്കുന്ന ഓരോ ബന്ധാവും വളരെ അതിശയകരമായിട്ട് അഭിമാനത്തോടുകൂടി പ്രവാസികളുടെ ലോകത്തിൽ എവിടെയും ഉച്ചത്തിൽ സംസാരിക്കത്തക്ക, ഉച്ചത്തിൽ എടുത്തു പറയത്തക്ക പ്രവർത്തന ശൈലികളാണ് വേൾഡ് മലയാളി ഇന്ന് വരെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇന്ന് ചുക്കാൻ പിടിക്കുന്ന ശ്രീമാൻ ജോൺ മത്തായിക്ക് ഞങ്ങളുടെ ഒത്തിരിയേറെ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. അടുത്തത് വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാൻ. അത് ഈ പറഞ്ഞ പോലെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഒരു തുറന്ന പുസ്തകമാണ്. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ബൈലോ ഏത് സമയത്തും ഏത് സെൻറ്റൻസും അതിൽ നിന്ന് എടുത്ത് ചോദിച്ച് ആർക്കെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശ്രീമാൻ ഗോപാലപിള്ളയെ സമീപിച്ച് ചോദിച്ചാൽ മതി. ഏത് മൂലയ്ക്ക്, ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് വരുന്ന് ബൈലോയെ വയലേറ്റ് ചെയ്താൽ പോലും ആ സെക്കൻഡിൽ സ്വരമുയർത്തുന്ന ഞങ്ങളുടെ ചെയർമാൻ ശ്രീമാൻ ഗോപാലപിള്ളയെ സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു ഗ്രിഗറി സാർ. മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഡോക്ടർ ബിന്ദു, പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും ജനസേവ ശിശുഭവൻ ചെയർമാനുമായ ശ്രീ ജോസ് മാവേലിൽ, മുൻ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജോസ് കറ്റയിൽ, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി സർ, സെക്രട്ടറി ക്രിസ്റ്റഫർ വർഗീസ്, ട്രഷറർ ശശികുമാർ, യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ, പ്രസിഡന്റ് ജോളി പടയാട്ടിൽ, സെക്രട്ടറി ബാബു തോട്ടപ്പള്ളി, ട്രഷറർ ഷൈബു ജോസഫ്, വേൾഡ് മലയാളി കൗൺസിലിന്റെ വൈസ് ചെയർപേഴ്സൺ ഗ്രിഗറി മേടയിൽ, വൈസ് ചെയർപേഴ്സൺ മേഴ്സി തടത്തിൽ, വൈസ് പ്രസിഡന്റ് തോമസ് അറമ്പൻകുടി, മറ്റ് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ റീജിയണൽ പ്രൊവിൻഷ്യൽ ഫോറം ഭാരവാഹികളെ എല്ലാവർക്കും നമസ്കാരം. മറ്റു മെമ്പേഴ്സ്, യൂറോപ്പ് റീജിയൻ ഇന്ന് 72ാമത് കലാ സാംസ്കാരിക വേദി ഇന്ന് ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 22 മാസവും ഒരു മുടക്കവും കൂടാതെ പരിപാടി അവതരിപ്പിക്കാനും ഇതിന്റെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച ശ്രീ ജോളി പടയാട്ടിലിന് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ യൂറോപ്പ് റീജിയനിലെ ഓരോ വ്യക്തികളും, ചെയർമാൻ ജോളി, പ്രസിഡന്റ് ജോളി പടയാട്ടിൽ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്ത്യ വിത്തൗട്ട് സ്ട്രീറ്റ് ചിൽഡ്രൻ ആൻഡ് വിത്തൗട്ട് ദി ത്രെഡ് ഓഫ് സ്ട്രേ ഡോഗ്സ് ഇന്നത്തെ സംവാദത്തിനുള്ള വിഷയമാണത്. അതിനുള്ള എക്സ്പേർട്ടുകൾ തയ്യാറായിരിക്കുകയാണ്. അവരെ നമുക്ക് ശ്രമിക്കാം. സംവാദത്തിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. നമുക്ക് സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ടിനെ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഒരു ഗാനം ആലപിക്കാനായി മിസ്റ്റർ ജെയിംസ് പാത്തിക്കലിനെ സ്വാഗതം ചെയ്യുന്നു. ആകാശദൂത് എന്ന
1993 അവാർഡ് ചിത്രത്തിലെ ONVയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഒരു പാട്ടാണ് ഞാൻ പാടുന്നത്. രാപ്പാടി കേഴുന്നുവോ, രാപ്പാടി കേഴുന്നുവോ, രാപ്പൂവും വിട ചൊല്ലുന്നുവോ, നിന്റെ പുൽക്കൂട്ടിലെ കിളിക്കുഞ്ഞുറങ്ങാൻ താരാട്ടു പാടുന്നതാരോ, രാപ്പാടി കേഴുന്നുവോ, രാപ്പൂവും വിട ചൊല്ലുന്നുവോ, നിന്റെ പുൽക്കൂട്ടിലെ കിളിക്കുഞ്ഞുറങ്ങാൻ താരാട്ടു പാടുന്നതാരോ, രാപ്പാടി കേഴുന്നുവോ. വിണ്ണിലെ താരകൾ ഓരമ്മ പെറ്റോരുണ്ണികൾ, അവരൊന്നു ചേർന്നോരങ്കണം, നിൻ കണ്ണിനെന്തുത്സവം. കന്നിത്തേനൂറും ചൊല്ലുണ്ടോ കൊഞ്ചും, ചുണ്ടിൽ പുന്നാര ശീലുണ്ടോ ചൊല്ലു, അവരൊന്നു ചേരുമ്പോ, രാപ്പാടി കേഴുന്നുവോ, രാപ്പൂവും വിട ചൊല്ലുന്നുവോ, നിന്റെ പുൽക്കൂട്ടിലെ കിളിക്കുഞ്ഞുറങ്ങാൻ താരാട്ടു പാടുന്നതാരോ, രാപ്പാടി കേഴുന്നുവോ. പിന്നിലാവും മാഞ്ഞുപോയി നീ വന്നു വീണ്ടും ഈ വഴി, വിട ചൊല്ലുവാനായി മാത്രമോ നാം ഒന്നു ചേരും ഈ വിധം. അമ്മ പൈങ്കിളി ചൊല്ലു നീ ചൊല്ലു, ചില കുഞ്ഞുങ്ങൾ എങ്ങു പോയി നീ, അവരൊന്നു ചേരില്ലേ, രാപ്പാടി കേഴുന്നുവോ, രാപ്പൂവും വിട ചൊല്ലുന്നുവോ, നിന്റെ പുൽക്കൂട്ടിലെ കിളിക്കുഞ്ഞുറങ്ങാൻ താരാട്ടു പാടുന്നതാരോ, രാപ്പാടി കേഴുന്നുവോ, രാപ്പൂവും വിട ചൊല്ലുന്നുവോ. താങ്ക് യു ജെയിംസ്. താങ്ക് യു. വളരെ സ്മരണയിൽ വീണ്ടും വിളിച്ചുണർത്തുന്ന പഴയ കാല അനുഭവങ്ങളും ഗാനങ്ങളും. താങ്ക് യു സോ മച്ച്. അടുത്തത് ഇന്നത്തെ നമ്മുടെ മുഖ്യ സബ്ജക്റ്റ് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ജനസേവ ശിശുഭവൻ ശ്രീമാൻ ജോസ് മാവേലിയെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് വേൾഡ് മലയാളി കൗൺസിലിന്റെ യൂറോപ്യൻ റീജിയനിലെ എല്ലാ നല്ലവരായ പ്രവർത്തകർക്കും അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ലീഡർമാർക്കും അതോടൊപ്പം തന്നെ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ നല്ല മനസ്സുള്ള നല്ല ഹൃദയമുള്ള എല്ലാവർക്കും ആദ്യമായി എന്റെയും ജനസേവാ ശിശുഭവന്റെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഒരു വലിയ സന്തോഷം ഇന്ന് എനിക്ക് കിട്ടുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇത്രയും ഒരു വലിയ വേദിയിൽ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചിന്ത അത് ഇവിടെ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അതിയായ സന്തോഷത്തിലാണ്. എന്ന് വെച്ചാൽ തെരുവ് കുട്ടികൾ ഇല്ലാത്തൊരു ഇന്ത്യ എന്നൊരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കാനായിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ മീറ്റിൽ പങ്കെടുക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ നമ്മുടെ ഇന്ത്യ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനം ഉണ്ടോ എന്ന് എല്ലാവരും ചിന്തിക്കണം. കാരണം ഇന്ത്യയുടെ തെരുവുകളിലും അതോടൊപ്പം തന്നെ ചേരികളിലും കഴിയുന്ന ആധാർ കാർഡ് പോലും ഇല്ലാതെ, വോട്ടവകാശം പോലും ഇല്ലാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ
പുഴുക്കളെ പോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണം ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളല്ല, കോടി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഉദാഹരണം ഇന്ന് തന്നെ പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നത്, ഇപ്പോഴത്തെ ലൈവായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ രാജസ്ഥാനില് അജ്മീർ എന്ന ജില്ലയിൽ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം 2 മാസമായേ ഉള്ളൂ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അങ്ങനെ 1 വർഷം 2 മാസം കൊണ്ട് അവിടുത്തെ ചേരികളിൽ ചെന്ന് നോക്കുമ്പോൾ പഠിക്കാൻ പോലും പറ്റാതെ ഭിക്ഷാടനം നടത്തിയും അതുപോലെ തന്നെ പോക്കറ്റ് കളവൊക്കെ നടത്തി നടക്കുന്ന ഒരു വലിയ സംഘം, എന്തുമാത്രം ആളുകളാണ് അങ്ങനെ ചേരിയിൽ കിടക്കുന്നത്. അവർക്ക് തലവയ്ക്കാൻ ഇടമില്ല, ടെന്റ് കെട്ടിയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അവർ ജീവിക്കുന്ന സ്ഥലങ്ങൾ നോക്കുമ്പോൾ ചതുപ്പ് നിലങ്ങളാണ്. അവിടെ മഴ പെയ്താൽ വെള്ളം കയറി കിടക്കും, ആ വെള്ളത്തിലൊക്കെ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നത്. ഇത് യാതൊരു സേഫ്റ്റി ഇല്ലാതെ ഒരു ടർപ്പായ ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുള്ള ഒരു കൂട്, അതിനകത്ത് പാവം കൊച്ചുങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു. അവരെ കഷ്ടപ്പാട് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ തുടങ്ങിയത്. അവിടെ തുടങ്ങാൻ കാരണം, അവിടെ കോഴിക്കോടുള്ള ഒരു അധ്യാപകൻ, അവിടെ രാജസ്ഥാനിലെ അജ്മീറിലെ ഒരു വലിയ സ്കൂളിൽ ഒരു അധ്യാപകനാണ് അദ്ദേഹം ഡോക്ടറേറ്റ് വരെ കിട്ടിയ ഒരു വലിയൊരു മനുഷ്യന്റെ ഉടമയാണ്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടുത്തെ ചേരികളിലെ കുട്ടികളെ ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കുട്ടികളൊക്കെ പഠിച്ച് ഇപ്പോൾ MBBS വരെ പഠിക്കുന്ന കുട്ടികൾ അദ്ദേഹത്തിന് കീഴിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തന അതെല്ലാം ഇവിടുത്തെ മനോരമ ചാനലിലും അതുപോലെ തന്നെ മാതൃഭൂമി ചാനലിലൊക്കെ വന്നിരുന്നു. അത് ഞാൻ കണ്ടിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങള് ജനസേവ ശിശുഭവൻ അവിടെ അദ്ദേഹവുമായി സഹകരിച്ച് ഇപ്പോൾ ഞങ്ങൾ ജനസേവ ഉഡാൻ അക്കാദമി എന്ന പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഓരോ 2-3 ചേരികൾ മാത്രമേ അദ്ദേഹത്തിന് അന്ന് അറിയുള്ളൂ. ഡോക്ടർ സുനിൽ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ആ ചേരികളിൽ മാത്രം പ്രവർത്തിക്കാൻ അന്ന് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടെല്ലാം പറ്റുന്നുള്ളൂ. പിന്നീട് ഞങ്ങളോട് ചേർന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കൂട്ടായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികളെല്ലാം വരുന്നു, പിന്നെ ഞങ്ങൾക്ക് അവർ വിദ്യാഭ്യാസം കൊടുക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസം നൽകി ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ 1300ഓളം കുട്ടികളെ ഇപ്പോൾ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓരോ ജില്ലയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇത് ഇന്ത്യയുടെ പല സ്ഥലത്തും, കേരളത്തെ മാത്രം നമ്മൾ മാറ്റി നിർത്താം. ബഹുമാനപ്പെട്ട മന്ത്രി വളരെ കാര്യമായിട്ട് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മന്ത്രി പറഞ്ഞ 100% ശരി തന്നെയാണ്. നമ്മളെ ഈ കേരളത്തില് ഇങ്ങനെയുള്ള കുട്ടികൾ ഇല്ല, അത് വളരെ സന്തോഷമാണ്. മറ്റു സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ജനസേവാ ശിശുഭവൻ 1999 ഈ ഭിക്ഷാടനം ചെയ്യുന്ന കുട്ടികളൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ തുടങ്ങിയത്, ജനസേവാ ശിശുഭവൻ എന്ന പേരിൽ. അന്നത്തെ ഒരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1999 നമ്മുടെ കൊച്ചു കേരളത്തില് എല്ലാ സ്ഥലത്തും, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും എവിടെ ചെന്ന് നോക്കിയാലും കുട്ടികൾ ഇങ്ങനെ ഭിക്ഷാടനം നടത്തുകയാണ്. ആ ഭിക്ഷാടനം നടത്തുമ്പോൾ അവര് ശരീരമാകെ മുറിവുണ്ടാവും. പെട്രോൾ ഒഴിച്ച് കത്തിച്ചോ അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ച് പൊള്ളിച്ച മുറിവുകളാണ് ഈ കുട്ടികളുടെ ശരീരത്തിലാകെ. പട്ടിണി കോലങ്ങളായാണ് ഇവർ നടക്കുന്നത്. ഇവരതിലൊരു കാർഡൊക്കെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, എനിക്ക് അച്ഛനില്ല അമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ ബസ്സുകളിലും ഇങ്ങനെ ഭിക്ഷാടനം നടക്കുന്നു. അതുപോലെ തന്നെ ഉത്സവ പറമ്പുകളിൽ, പള്ളി പെരുന്നാൾ സ്ഥലത്ത്, ഇവിടെ എല്ലാം ഇവരിങ്ങനെ വലിയൊരു കൂട്ടമായിട്ട് വന്ന് ഭിക്ഷാടനം നടത്തുകയായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ആരും ശബ്ദിക്കുന്നില്ല, ആരും ഇവരെ രക്ഷിക്കാൻ വരുന്നില്ല. അതുകൊണ്ടാണ് 1999 ഞങ്ങൾ ജനസേവാ ശിശുഭവൻ തെരുവ് കുട്ടികൾ ഇല്ലാത്തൊരു ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങിയത്. വളരെ വളരെ പെട്ടെന്ന് ഈ സ്ഥാപനം ഇവിടെ ഉയർന്നു വലുതായി നിരവധി ആളുകൾ സപ്പോർട്ട് ഉണ്ടായി. ഇപ്പൊ ഈ വേൾഡ് മലയാളി സംഘടനയിലുള്ള ഇപ്പോൾ നമ്മുടെ മീറ്റിംഗിൽ ഇരിക്കുന്ന നിരവധി പേര് ഈ ഞങ്ങൾ ജനസേവ ശിശുഭവൻ വിസിറ്റ് ചെയ്തവരാണ്. അങ്ങനെ നിരവധി ആളുകളുടെ സപ്പോർട്ടും കൊണ്ടാണ്, സഹായ സഹകരണം കൊണ്ടാണ് ഈ പ്രസ്ഥാനം വലുതായത്. ഞാൻ ഒരു കാര്യം ചുരുക്കി പറയുകയാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഈ ഭിക്ഷാടനം നടത്തുന്ന ആളുകളുടെ ജീവിത രീതി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ തെരുവിൽ അലയുന്നവരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ, അവർക്ക് യാതൊരു അഡ്രസ് ഇല്ല, വോട്ടവകാശം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ID കാർഡ് ഇല്ല, ആധാർ കാർഡ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ വോട്ടവകാശം ഇല്ലാത്തതിന്റെ പേരിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആരും അവരെ മൈൻഡ് ചെയ്യുന്നില്ല, ഭരണകർത്താക്കളും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് വോട്ടില്ല. വോട്ടില്ലാത്തതുകൊണ്ട് ഇവർക്ക് യാതൊരു യൂണിയനുകളില്ല. അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ആർക്കും അവരെ കുറിച്ച് പറയാനായിട്ട് ആരുമില്ല. ആകെ നമുക്കൊരു സപ്പോർട്ടായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയ പുണ്യവതി നമുക്കുണ്ടായിരുന്നു. മദർ തെരേസയാണ്, എല്ലാവർക്കും അറിയാലോ. മദർ തെരേസ കൽക്കട്ടയിൽ എന്തുമാത്രം സേവനങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയിലെ മൊത്തത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ബ്രാഞ്ചുകൾ തുടങ്ങി. അങ്ങനെ ആ ഒരു മദർ തെരേസയുടെ ഒരു കോൺവെന്റ്, അവരാണ് ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് പ്രവർത്തിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോ കേരള സർക്കാരിന്റെ അല്ല പറയണേ, കേന്ദ്ര സർക്കാർ അടക്കം എല്ലാ സർക്കാരുകളും ഇത് രംഗത്ത് ആരും ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ കാരണം രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നില്ല. അവർക്ക് ആർക്കും യാതൊരു താല്പര്യമില്ല ഈ വിഭാഗത്തോട്. അപ്പൊ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ എന്ന് ആലോചിച്ച് നോക്കിയാൽ. എങ്ങനെയാണ് ജീവിക്കണത്? സ്കൂളിൽ പോകാൻ പോലും പറ്റാതെ
ഭിക്ഷാടനം നടത്തുന്നു, അതുപോലെ തന്നെ കണ്ണി കണ്ട പോക്കറ്റ് അടിച്ച് നടക്കുന്നു. അവരുടെ കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നും ഈ മദ്യപാനികളാണ് ഇവരെല്ലാവരും രക്ഷിതാക്കൾ തന്നെ. അപ്പൊ നമ്മൾ പറയും അവരൊക്കെ തല്ലിപ്പൊളി ആൾക്കാരല്ലേ, അവരുടെ മക്കളെ നമ്മളെങ്ങനെ രക്ഷിക്കാൻ പറ്റുക എന്നൊക്കെ പറയും. പക്ഷെ ഒരു കൊച്ച്, ഞാൻ പറയുന്നു, ഒരു കൊച്ച് ജനിക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു കൊച്ചിന് ജന്മം നൽകുമ്പോൾ ആ കൊച്ച് നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ, ഇപ്പൊ ജനസേവാ ശിശുഭവനിൽ ചെറു പ്രായത്തിൽ തന്നെ എടുത്ത് വളർത്തിയ കുട്ടികളൊക്കെ ഇന്ന് എവിടെ വരെ എത്തിയിരിക്കുന്ന അറിയാമോ? എല്ലാവർക്കും അറിയാമല്ലോ. എത്ര കുട്ടികൾ ഇന്ന് വലിയ രീതിയിൽ എത്തിയിരിക്കുന്നു. ബാങ്ക് ജോലി, നേഴ്സുമാര്, പോലീസിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ബാങ്കിൽ ജോലി, അങ്ങനെ നിരവധി പേര്. അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്തായിട്ട് പല ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് കുറെ ആളുകൾ സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ആവാൻ കാരണം എന്താണ്? നമ്മൾ ചെറുപ്രായത്തിൽ ഇവർ രക്ഷപ്പെടുത്തുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവർ ആരായി പോവും? ഇവർ സാമൂഹ്യ ദ്രോഹികളായി പോവും, അതല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ പടർത്തുന്നവരായിരിക്കും. അപ്പൊ ഇവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്, നമ്മളെല്ലാവരും കടമയാണ്. അതിന് ഭരണകർത്താക്കൾ അവരെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി വേൾഡ് മലയാളി കൗൺസിലിന്റെ ഈ യൂണിറ്റ് വളരെ കാര്യമായിട്ട് തന്നെ ഇതിന് രംഗത്ത് വന്നുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് എന്നെ ഇതിൽ ക്ഷണിച്ചു കഴിഞ്ഞ ജോളി പടയാട്ടി സാറിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്ന ഒരു നല്ലൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പ്രത്യേകം ഈ അവസ്ഥയിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് വിട്ടുപോകുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോയതാ. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഒരു വലിയൊരു പോയിന്റ്, നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ്, സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കാൻ പറ്റിയ ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോണത്. ആ പോയിന്റ് എന്ന് വെച്ചാല് ഇവർക്ക് ആർക്കും ഫാമിലി പ്ലാനിങ് എത്തുന്നില്ല, കുടുംബാസൂത്രണം ഇവരുടെ അടുത്തും ആർക്കും എത്തുന്നില്ല. ഒരു ഒരു പെൺകൊച്ച് 12-13 വയസ്സാകുമ്പോഴേക്കും അവര് എന്താ പറയാ അമ്മയാകുകയാണ്, ചെറുപ്രായത്തിൽ അമ്മയാകാണ്. ഞങ്ങൾ ഇതൊരു കഥകളൊക്കെ ഒത്തിരി പഠിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഏറ്റുമാനൂർ അമ്പലത്തിന്റെ മുമ്പില് 2003 ഒരു അമ്മ, ഒരു നാടോടി സ്ത്രീ 10 മക്കളെയാണ് പ്രസവിച്ച് കൂട്ടിയിരിക്കുന്നത്. 10 മക്കളെ പ്രസവിച്ച് ഒരു ഏറ്റുമാനൂർ അമ്പലത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ കൈക്കുഞ്ഞടക്കം 5 കുഞ്ഞുങ്ങൾ കയ്യിലിരിക്കുകയാണ്. 5 കുഞ്ഞുങ്ങൾ വട്ടം പിടിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവര് ഭിക്ഷ എടുക്കാൻ പോയിരിക്കുകയാണ്. അതിൽ ചില പിള്ളേര് പോക്കറ്റ് അടിക്കാനും പോയിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് മുതിർന്നവരെല്ലാവരും ബസ്സുകളിലൊക്കെ പോക്കറ്റ് അടിക്കാൻ പോകും. അങ്ങനെ ഈ 10 കുഞ്ഞുങ്ങള്, അപ്പൊ അവര് ചരിത്രം ചോദിക്കുമ്പോൾ എന്താ, അവർക്ക് ഫാമിലി പ്ലാനിങ് എത്തുന്നില്ല. അതുപോലെയാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത്. ഇവര് എണ്ണ പോലും സർക്കാരൊന്നും ആരും എടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു സർവേ എടുക്കാനായിട്ടെങ്കിലും നമുക്ക് ശക്തമായിട്ട് അങ്ങനത്തെ കഴിവുള്ള നിങ്ങളൊക്കെ ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. അങ്ങനെ നിങ്ങളുടെ കഴിവുകൾ ഈ തെരുവിൽ അറിയുന്ന കുട്ടികൾക്ക് ആധാർ കാർഡെങ്കിലും കൊടുത്താൽ മതി. ഇപ്പൊ ഞങ്ങൾ രാജസ്ഥാനിൽ തുടങ്ങിയപ്പോൾ അവിടെ ആധാർ കാർഡ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്തുമാത്രം പണിയെടുക്കണം അറിയാമോ? ആധാർ കാർഡ് ഇവർ കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അഡ്രസ്സ് വെച്ചിട്ട് ഞങ്ങൾ തന്നെ അവർ രക്ഷിതാക്കളായിട്ടാണ് അവർക്ക് ആധാർ കാർഡ് മേടിച്ചു കൊടുക്കുന്നത്. അവർക്ക് അഡ്രസ് ഇല്ലാത്തതിന്റെ കാര്യം പറഞ്ഞിട്ട് അവർ പറയുന്നത് രക്ഷിതാക്കൾക്ക് അഡ്രസ് ഉണ്ടോ എന്നാണ് ആധാർ കാർഡിൽ ചോദിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരവില്ല. അപ്പൊ അതിന് ഞങ്ങൾ തന്നെ ജനസേവ ഉഡാൻ അക്കാദമി തന്നെ അതിന് പേര് എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ തന്നെ എന്റെ രക്ഷിതാക്കളായി വന്നുകൊണ്ടാണ് ആധാർ കാർഡ് മേടിച്ചു കൊടുക്കുന്നത്. അത്രയ്ക്ക് റിസ്ക് ആരെടുക്കുന്നത്? ആധാർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് പഠിച്ചു വലുതാകുമ്പോൾ വോട്ടവകാശം കിട്ടുന്നു, എല്ലാം ആവുന്നു. അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ തെരുവിൽ അറിയുന്ന കുട്ടികൾക്ക് ആധാർ കാർഡെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു പോകും. അങ്ങനെ അവരെ നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത്രയ്ക്കും ദുസ്സഹമായിട്ടാണ് അവരുടെ ജീവിതം. പുഴുക്കളെ പോലെയാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് മനസാക്ഷിയുള്ള നമുക്കെല്ലാവർക്കും ഇത് കാണുമ്പോൾ സഹിക്കുന്നില്ല. ഇന്ത്യ നമ്പർ 1 എന്ന് നമുക്ക് പറയണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിദരിദ്രമില്ലാത്ത ഒരു ഇന്ത്യ ആക്കണം. ഇപ്പൊ കേരളത്തെ നമ്മുടെ ബഹുമാനയുടെ മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും കൂടിയും കേരളത്തെ അതിദരിദ്രമില്ലാത്ത ഒരു സംസ്ഥാനമാക്കുവാനായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നതാണ്. അത് നടപ്പിലാവുകയും ചെയ്യും. വളരെ നല്ലൊരു കാര്യമാണത്. ഇതൊരു മാതൃകാ സംസ്ഥാനമാണ് കേരളം. വളരെ നല്ല കാര്യം. ഇതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കണം. അതിനുവേണ്ടി നമുക്ക് കഠിനമായ അധ്വാനങ്ങളും കഠിനമായ സമരങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഭിക്ഷാടനം എന്ന് പറഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കഥകൾ നോക്കുമ്പോൾ അവർ ശരീരത്തിൽ ആകെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചൊക്കെയാണ് ഇവർ ഭിക്ഷടിപ്പിക്കുന്നത്. അവർക്ക് യാതൊരു എന്താ പറയാ, അവർക്ക് സന്തോഷം പറയുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഓരോ കുട്ടികളുടെയും കഥ എടുത്ത് പറയുകയാണെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ 2005 സംഭവം ഉണ്ടാവുന്നത്. 2005 ഒരു കൊച്ചിന്റെ പേര് പറയാൻ പാടില്ല, അതുകൊണ്ട് പേര് പറയുന്നില്ല. ഒരു കൊച്ചിനെ 8 വയസ്സുള്ള ഒരു തമിഴ് ബാലനെ ഒരു ഭിക്ഷാടക മാഫിയ അതിന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവൻ ഭിക്ഷ എടുത്ത പൈസ 100 രൂപ മിനിമം ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞിട്ട് ആ കൊച്ചു ബാലനെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലാൻ നോക്കിയിരിക്കുന്നു. എന്നിട്ട് ഒരു നല്ല 2 ആൾക്കാരെ കൊണ്ടുവന്ന് ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇട്ടപ്പോൾ അവിടുത്തെ ഡോക്ടർ, അന്നുണ്ടായിരുന്ന ഡോക്ടർ വിജയകുമാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവർ രക്ഷിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ കൊച്ചിനെ രക്ഷപ്പെടുത്തി. അന്ന് മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടുപോയിട്ടാണ് കൊച്ചിനെ രക്ഷപ്പെടുത്തിയത്. ആ കൊച്ചിന്
സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യാണ്. അവനൊരു ഫുട്ബോൾ താരം കൂടിയായി. അത് അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ ജനസഭയിൽ നിരവധി കുട്ടികൾ ഫുട്ബോൾ, ഇപ്പൊ കഴിഞ്ഞ സന്തോഷ് ട്രോഫിക്ക് ബിബിൻ അജയ് എന്ന് പറഞ്ഞ കൊച്ച്, ആ കൊച്ചാണ് സന്തോഷ് ട്രോഫിയിൽ കഴിഞ്ഞ 2022 സന്തോഷ് ട്രോഫി കേരളത്തിന് നേടിക്കൊടുക്കുമ്പോൾ ആ ബിബിൻ അജയന്റെ ഗോളാണ് നമുക്കൊരു എന്താ പറയാ വിജയം സാധിച്ചത്. അത്രയ്ക്കും നമ്മൾ അഭിമാനമാണ് ജനസഭയുടെ ഓരോ കുട്ടികളും. ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഇതുപോലെയുള്ള കുട്ടികളെ രക്ഷിക്കാനായിട്ട് നമുക്ക് ആരും തന്നെ രംഗത്ത് വരുന്നില്ല. ഭയങ്കര റിസ്ക് ആണ് ഈ കുട്ടികളെ രക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. നിരവധി പ്രശ്നങ്ങളാണ്. ഞങ്ങൾ നിരവധി പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലുള്ള തെരുവിലലയുന്ന കുട്ടികളുടെ, അല്ലെങ്കിൽ അഡ്രസ് ഇല്ലാത്ത കുട്ടികളുടെ, ആധാർ കാർഡില്ലാത്ത കുട്ടികളുടെ ഒരു സർവേ എങ്കിലും സർക്കാരിനോട് ഇടിപ്പിച്ചിട്ട് അവർക്ക് വോട്ടാവകാശം നേടിക്കൊടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ശബ്ദം നമുക്ക് ഉയർത്തണമെന്നാണ് വേൾഡ് മലയാളി കൗൺസിലിന്റെ യൂറോപ്യൻ റീജിയന്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. രണ്ടാമത്തെ വിഷയമാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത്. കേരളത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ തെരുവ് പട്ടികളില്ലാത്ത ഒരു സംസ്ഥാനമാക്കാനായിട്ട് നമ്മുടെ കേരളത്തെ എളുപ്പമാണ്. നമ്മളിപ്പോൾ കേരളത്തിലെ ഓരോ ആൾക്കാരുടെ അഭിപ്രായം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ബഹുമാനമായിട്ട് മുഖ്യമന്ത്രി സർവകക്ഷിയും വിളിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള 99% ആളുകളുടെ അഭിപ്രായം ഒന്നായിരിക്കും. എന്താണ് അഭിപ്രായം? ജനവാസ കേന്ദ്രത്തിൽ നിന്നും തെരുവ് നായ്ക്കളെ മാറ്റണമെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അതിന് മാത്രം ആളുകൾ നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ദിവസേന തെരുവുനായ്ക്കൾ കടിച്ചു കയറുകയാണ്. ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, ഈ സമയത്താണ് നമുക്ക് പേവിഷബാധ ഉണ്ടാകണമെന്ന്. ഈ ഒരു 6 മാസം കൊണ്ട് 2025 6 മാസം കൊണ്ടുള്ള സർവേ, റിക്കാർഡിക്കൽ സർവേ എന്ന് പറയുന്നത് 1,70,000 പേരെയാണ് 1,70,000 പേരെയാണ് തെരുവ് പട്ടികൾ കടിച്ചു കയറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 26 പേര് ഈ മരണപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മൂന്ന് മാലാഖ കൊച്ചുങ്ങൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തന്നെ ഇവിടെ മരണപ്പെട്ടിരിക്കുകയാണ്. ആ കൊച്ചുങ്ങളൊക്കെ എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാവും. അവരുടെ മാതാപിതാക്കൾക്ക് ആയുഷ്കാലം അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രം ഈ 6 മാസം കൊണ്ട് 9,500 പേരെയാണ്. ഇപ്പോൾ ഈ 1,70,000 പേര് ഇപ്പോൾ ലൈവായിട്ട് പട്ടി കടിച്ച ആൾക്കാരാണല്ലോ ഈ വർഷം. അവരൊക്കെ ജീവിതം ചിന്തിക്കാൻ, അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? ഏത് സമയത്താണ് എനിക്ക് പേ പിടിക്കുന്നുള്ള ഒരു പേടി പിടിച്ചല്ലേ ജീവിക്കുന്നത്? അത് എന്തൊരു കഷ്ടമാണ്. ഇനി അതുപോലെ തന്നെ ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക്, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, നടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരു പേടി സ്വപ്നമാണ്. അത്രയ്ക്കും ഭയാനകമായി വരികയാണ്, പെറ്റ് പെരുകുകയാണ്. ഇവിടെ ഒരു പെൺപട്ടി ഒരു വർഷം, ഞങ്ങൾ സർവേ എടുത്തതാണ്, ഒരു വർഷം 3 തവണയാണ് പ്രസവിക്കുന്നത്. ഓരോ പ്രസവത്തിലും 10ഉം 15ഉം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതിങ്ങനെ പെറ്റുപെരുകയാണ്. കൊച്ചിയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനകത്ത് വരെ തെരുവുപട്ടികൾ കയറിയിരിക്കുകയാണ്. ഇത് കേരളത്തിന്റെ സ്ഥിതിയാണ്. നമുക്ക് ഈ വിഷയത്തിൽ പറയുമ്പോൾ ഇന്ത്യയുടെ മൊത്തം സ്ഥിതി പറയണം. മൊത്തം സ്ഥിതി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2024 വർഷത്തെ ഒരു സർവേ 34 ലക്ഷം പേരെയാണ് 34 ലക്ഷം പേരെയാണ് ഒരു വർഷം തെരുവ് പട്ടികൾ കടിച്ചു കയറിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, വേൾഡ് മലയാളികളായ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 34 ലക്ഷം പേരെയാണ് ഒരു വർഷം തെരുവ് പട്ടികൾ കടിച്ചു കയറിയിരുന്നത്. അവരൊക്കെ ജീവിതം ആലോചിച്ച് നോക്കിയാൽ, അത് എന്തൊരു ഭയാനകമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുതൽ സകല മന്ത്രിമാരും, സകല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും, എല്ലാ നിയമപാലകരും എല്ലാവരും ഈ രംഗത്ത് ഒരുമിക്കണം. എല്ലാ മതനേതാക്കളും ഒരുമിക്കണം. എന്നിട്ട് ഇതിന് പരിഹാരം കാണണം. കാണാനായി വളരെ എളുപ്പമാണ്. ഇത് 2001 വരെ ഞാൻ കറുകുറ്റി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 2001 വരെ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ അന്ന് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. അംഗമാരിൽ അന്ന് അദ്ദേഹം വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും സങ്കടകരമായ അവസ്ഥ. അപ്പൊ 2001 വരെ തെരുവ് പട്ടികളെ കൊല്ലാമായിരുന്നു. ഞാൻ കറുകുറ്റി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് 50 രൂപയാണ് ഒരു പട്ടിക്ക് നമ്മൾ എന്താ പറയാ പാരിതോഷമായിട്ട് പട്ടി കൊല്ലുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത്. അത്ര ഈസി ആയിരുന്നു. ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലോ, ഡോഗ് പാർക്കുകൾ. ഇവിടെ വേണ്ട വനപ്രദേശം ഉണ്ടല്ലോ. ഈ വനപ്രദേശത്തുകളൊക്കെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ഡോഗ് പാർക്കുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ഈ തെരുവുപട്ടികളൊക്കെ അവിടെ കൊണ്ടുപോയി അവർക്ക് എന്താ പറയാ നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. വേണ്ട സ്പോൺസർമാരെ കിട്ടും. അപ്പൊ പട്ടികൾ അവിടെ നന്നായി വളരട്ടെ. ഇന്ന് തെരുവുപട്ടികൾക്കും ജീവിതമില്ല. ഇന്ന് തെരുവുപട്ടികൾ ജീവിതമുണ്ടോ? ഓരോ പട്ടികളുടെ ശരീരത്തില് മുറിവുകളുടെ ബഹളമാണ്. ആകെ പഴുത്ത് വ്രണത്ത് എന്തുമാത്രം വ്രണങ്ങളാണ് ഓരോ പട്ടികളുടെ ശരീരത്തിൽ. ഇപ്പൊ ഞാനൊരു സ്പോർട്സുകാരനാണ്. ഞാൻ റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് റോഡിൽ കൂടെ ഓടാൻ പറ്റണില്ല. എനിക്ക് പേടിയാ.
ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ വീട്ടിൽ തന്നെ അത്യാവശ്യം കഴിച്ചു കൂട്ടാണ്. നമുക്കിവിടെ ഗ്രൗണ്ടുകളൊന്നും നല്ല ഗ്രൗണ്ടില്ല. ആകെ ഉള്ളത് എറണാകുളത്തുണ്ട്. ഞാൻ ആലുവയിൽ താമസിക്കണേ. അപ്പൊ എറണാകുളം വരെ പോകാൻ എനിക്ക് പറ്റുന്നില്ല. ഇവിടെ അത്രയ്ക്കും എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നു. ഇവിടെ സാധാരണക്കാർക്ക് ഇപ്പൊ ആട്, കോഴി, താറാവ് എന്നീ കൃഷി ചെയ്തിരിക്കുന്ന എല്ലാ പാവപ്പെട്ടവരെ ആ ഉപജീവിത മാർഗമായി പോയില്ലേ? അവരൊക്കെ ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നത്? എല്ലാ ആടുകളെയും പട്ടി കടിച്ചു കീറുന്നു, കോഴികളെ കടിച്ചു കീറുന്നു. ആർക്കും കുടിലൂസായൊക്കെ നിന്നുപോയി. അതോടൊപ്പം തന്നെ ഈ പാവപ്പെട്ട സ്ത്രീകള് ജോലിക്ക് പോകാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ്. എങ്ങനെ നടന്നു പോകാൻ പറ്റുമോ? അപ്പൊ എല്ലാവരും ഭയന്ന് വിറച്ചാണ് കഴിയുന്നത്. ഇവിടെ ഒരു വലിയ സങ്കടം വേണമെങ്കിൽ പറയുകയാണെങ്കിൽ 2015 കോതമംഗലത്ത് ഒരു കൊച്ചിനെ, അന്ന് 3 വയസ്സുള്ള ഒരു കൊച്ചിനെ അവരെ വീട്ടിൽ കയറിയിട്ട് ഒരു തെരുവ് പട്ടി കടിച്ചു കീറി കണ്ണിന്റെ അവിടുന്ന് എന്താ പറയാ മാംസമൊക്കെ എടുത്ത് അതിന്റെ അമ്മ കരഞ്ഞ് നിലവിളിച്ച് അങ്കമാലി LF-ൽ അതിന് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ആ കൊച്ചിന് അത്യാവശ്യം കണ്ണ് കാഴ്ച കൊടുത്തെങ്കിലും ഇപ്പോൾ ആ കൊച്ച് 7ാം ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് തോന്നണേ. ആ കൊച്ചിന്റെ നാളൊരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ആ കൊച്ചിന് ഇപ്പോഴും ഭയന്ന് വിറച്ചാണ് എല്ലാ ദിവസവും ആ കൊച്ചു കഴിയുന്നത്. രാത്രി ഉറങ്ങുന്നില്ല, ഞെട്ടിത്തെറിക്കുകയാണ് എന്നാണ് അതിന്റെ അമ്മയൊക്കെ ഇപ്പോഴും പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് തെരുവ് പട്ടികൾ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം അത്രയ്ക്കും വലുതാണ്. പേ പിടിക്കുന്ന ഒരു വശത്ത്, രണ്ടാമത്തെ വശത്ത് കൊച്ചുമക്കൾക്കൊക്കെ അവർ ജീവിതം മുഴുവനും നരകതുല്യമായി പോവുകയാണ്. അപ്പൊ ഇത്രയും അപകടകരമായ, ഇത്രയും എന്താ പറയാ ഭയാനകമായ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തെ രക്ഷിക്കുവാൻ എളുപ്പമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കണം. അതിനായി പ്രിയപ്പെട്ട ഈ സൂം മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും പറയുകയാണ്, നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഇതിനു വേണ്ടി നമുക്കൊരു രംഗത്ത് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയ ഫോമർ മിനിസ്റ്റർ ഓഫ് കേരള അഡ്വക്കേറ്റ് ജോസ് തെട്ടായിലിനെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി പറയാനുള്ളത് വളരെയേറെ സാമൂഹിക നിയമപരമായ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. പാർക്കാൻ ഇടമില്ലാത്ത, എണ്ണമില്ലാത്ത, ആരും ശ്രദ്ധിക്കാത്ത, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത കുട്ടികളെ കുറിച്ച് പറയുന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു വിഷയമാണ് തെരുവ് നായകളുടെ പ്രശ്നം. തെരുവ് നായകളുടെ പ്രശ്നം വളരെ വിശദമായി ജനസേവ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു. വളരെ നന്നായി തന്നെ വിശദീകരിച്ച് പറഞ്ഞു. കാരണം അനുഭവസ്ഥൻ എന്ന നിലയിൽ, നേരിട്ട് അനുഭവസ്ഥൻ എന്ന നിലയിൽ നമ്മളെക്കാളൊക്കെ വ്യത്യസ്തനാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും സേവനവും ഒക്കെ തന്നെ കേരളത്തിലും ഇപ്പം കേരളത്തിന് പുറത്തുമെല്ലാം വളരെ ഭംഗിയായി തന്നെ ആളുകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് പ്രത്യേകം അനുമോദിക്കേണ്ട കാര്യം തന്നെ ഉണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ച പോലെ അദ്ദേഹവും ഞാനും ഒരേ സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളും ഞാൻ മുനിസിപ്പാലിറ്റിയിലുമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരികളായിരുന്ന ആൾക്കാരാണ്. ജോളിയാണെങ്കിൽ എൻ്റെ അയൽവക്കക്കാരനും വീട്ടുകാരനും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇവരുടെയൊക്കെ തന്നെ ഒരു സഹകരണം. അതുപോലെ നിങ്ങളുടെയൊക്കെ ഈ സഹകരണമൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിയാം. ഞാനന്ന് ജർമ്മനിൽ വന്നപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ പൊതുവായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ജോളി വളരെ പബ്ലിക് അറ്റൻഷനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള സന്തോഷം. അത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഷെയർ ചെയ്യുന്നതിൽ അതിനേക്കാളേറെ സന്തോഷം. ഇവിടെ പറഞ്ഞിട്ടുള്ള വളരെ 2 കാര്യം. ഒന്ന്, ഈ പറഞ്ഞ തെരുവ് കുട്ടികളുടെയും തെരുവ് നായ്ക്കളുടെയും പ്രശ്നം. ഞാൻ അതിനൊരു സോഷ്യോ അനലിറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഈ 2 പ്രശ്നവും മാനുഷികമായ പ്രശ്നമാണ്. 2ന്റെ അടിസ്ഥാനം മനുഷ്യത്വമാണ്. നായ്ക്കളുടെ ആയാലും കുട്ടികളുടെ ആയാലും. ഒന്ന് കുട്ടികളുടെ പ്രശ്നം, മാനുഷികമാണ് പ്രശ്നം, മനുഷ്യത്വമാണ് അടിസ്ഥാനം. നമുക്ക് അറിയാം മൃഗങ്ങളും അല്ലെങ്കിൽ അതുപോലെ തന്നെ കുട്ടികളും അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. മറിച്ച് അതുപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങൾ, തെരുവ് നായകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെയേറെ ഗുരുതരമാണ്. ഞാൻ ആദ്യം അത് പറയാം. ഇത് കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല. തെരുവ് നായകളുടെ പ്രശ്നം ലോകമൊട്ടുക്ക് ഏകദേശം കണക്ക് പ്രകാരം, WHO കണക്ക് പ്രകാരം 200 മില്യൺ സ്ട്രേ ഡോഗ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഇന്ത്യയിൽ സ്വാഭാവികമായി ഇന്ത്യയുടെ സാമ്പത്തികവും അല്ലെങ്കിൽ മറ്റു സ്ഥിതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ, സാമൂഹികമായ സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ അക്കാര്യത്തിലും ഒന്നാമത് തന്നെയാണ്. ലോകത്ത് 200 മില്യൺ ആണ് നമ്പറെങ്കിൽ ഇന്ത്യയിൽ അത് 30 മില്യൺ ആണ്. കേരളത്തിൽ 3 ലക്ഷത്തിൽ കൂടുതൽ തെരുവ് നായ്ക്കൾ തന്നെ ഉണ്ട് ഇവിടെ. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇവിടെ കിട്ടിയിട്ടുള്ള കണക്ക് സംഗതി. ഇത് സൃഷ്ടിക്കുന്ന പബ്ലിക് ഹെൽത്ത് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ പ്രശ്നങ്ങൾ, ഇമ്പാക്ട്, നായ്ക്കളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ വെൽഫെയറിന്റെ പ്രശ്നം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അത്തരത്തിലുള്ള വിഷയം. ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ആർക്കാണെന്നുള്ള ചോദ്യമുണ്ട്. അതിനകത്ത് നിയമപരമായ പ്രശ്നം പോലെ സാമൂഹികമായും ഇത് നിർവഹിക്കേണ്ട ഒരു ചുമതലയാണ്. എങ്ങനെ ഈ തെരുവ് നായ്ക്കൾ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തെരുവ് നായ്ക്കള് തെരുവിൽ ജീവിക്കുന്നു, ജനിക്കുന്നു, ജീവിക്കുന്നു, വളരുന്നു എന്നുള്ള സ്ഥിതിയിലാണെങ്കിൽ പോലും ആരതിന് ഉത്തരവാദി? അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചുമതലയാണ്. നമ്മുടെ വീടുകളിലെല്ലാം പട്ടികളുണ്ടാകാം, അല്ലെങ്കിൽ നായ്ക്കളുണ്ടാകാം. നമ്മൾ അവയെ പോറ്റുന്നുണ്ട്, അവർ വളരുന്നുണ്ട്, അവരെ നമ്മൾ വലുതാക്കി കൊണ്ടു നടക്കുന്നത് വളരെ
പഴയ കാലത്തേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നായ്ക്കൾക്ക് ഈ യൂറോപ്പിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉള്ള അമേരിക്കയിലൊക്കെ തന്നെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉള്ള പോലെ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് കൂടുതൽ ഈ പ്രത്യേകമായ ജനുസുകളുടെ നായ്ക്കളൊക്കെ വളർത്തിയ ആളുകൾ ഒത്തിരി കാശ് മുടക്കുന്ന ഒരു കാലമാണത്. അപ്പോഴൊക്കെ തൻ്റെ ഗേറ്റിന്റെ പുറത്ത് തെരുവ് നായ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പോകുമ്പോഴൊക്കെ തന്നെ നമ്മുടെ മനസ്സലിയുന്നില്ല. ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ മാനുഷികമായ അവസ്ഥ. സാമൂഹികമായ അവസ്ഥയും അത് തന്നെയാണ്. നമ്മളെല്ലാവരും വിചാരിച്ചാൽ ഒരു നിയമപരമായ നിർദ്ദേശം പറഞ്ഞ പോലെ തന്നെ നിയമപരമായ നിർദ്ദേശം സംഗതികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. മൃഗങ്ങൾക്ക് അവകാശങ്ങളില്ല എന്നുള്ള വിലയിരുത്തൽ ശരിയല്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഒരു മൃഗത്തോട് നാം ഒരു നല്ല പ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യനോട് ചെയ്യുന്ന നല്ല പ്രവൃത്തി പോലെ തന്നെ പുണ്യകരമാണെന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഒരു മൃഗത്തോട് ചെയ്യുന്ന ക്രൂരത മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതയും കൂടിയാണ്. നായ്ക്കളൊക്കെ നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആശ്രിതരായിട്ടോ കഴിഞ്ഞു തുടങ്ങിയിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയണത്, ലോകശാസ്ത്രജ്ഞന്മാർ പറയണത് അതിന് 10,000-ലേറെ വർഷത്തിന്റെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. കാട്ടിലെ നായ്ക്കളാണ് നമ്മുടെ നാട്ടിൽ വന്ന് നാടൻ നായ്ക്കളായിട്ടൊക്കെ വരുന്നതൊക്കെ. ഇതൊക്കെ അതിന്റെ ചരിത്രമാണ്. അപ്പോഴൊക്കെ ഇതൊരു പ്രശ്നം അതല്ല. അതുകൊണ്ട് മാത്രം നായ്ക്കൾക്ക് അവരുടെ സൗകര്യമോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെയോ പെരുമാറാമെന്നോ സ്ഥലം ഓക്യുപ്പൈ ചെയ്യാമെന്നോ അവർക്ക് തോന്നുന്നവരെ കടിക്കാമെന്നോ എന്ന ഒരു അധികാരവും എങ്ങുമില്ല. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. പക്ഷേ നിയന്ത്രിക്കുന്ന പ്രശ്നമാണ് അന്നത്തെ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു തെരുവ് നായി മനുഷ്യനെ പേടിപ്പിക്കുന്നത് കടിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ. കൊച്ചു കുട്ടികളെ ഒരു തെരുവ് നായ പിന്നാലെ വരികയോ കടിക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്നതിനേക്കാൾ ഗൗരവമായ അതല്ല വലിയവർക്കുള്ളത്. കാരണം കുട്ടികളുടെ പിഞ്ചു മനസ്സിൽ ഉണ്ടാകുന്ന ഭീതി, ആശങ്ക, അതൊക്കെ അവരുടെ ജീവിതകാലം മുഴുവൻ തന്നെ നിൽക്കും. മാവേലിയെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോഴൊക്കെ ഉള്ള പ്രശ്നം ഇത് എങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മൃഗങ്ങളെ വെറുക്കാൻ പഠിപ്പിച്ചാലല്ല അതിനൊക്കെ വരുന്നത്. മൃഗങ്ങളെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് തർക്കമില്ല. പക്ഷേ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് സാമൂഹികമായ ചുമതലയാണ്, നിയമപരമായ ചുമതലയാണ്. അപ്പൊ ചോദിച്ചേക്കാം, അത് ആരാ ചെയ്യണമെന്നുള്ളത്? സമൂഹവും സർക്കാരും തന്നെയാണ് എൻ്റെ ഉത്തരവാദിത്വം. സർക്കാരിന്റെ ഉത്തരവാദിത്വം നിയമം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. നിയമം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നും ഇപ്പോഴും നിയമങ്ങളുണ്ട്. അതിന്റെ വ്യാഖ്യാനങ്ങളും അതിന്റെ പ്രയോഗങ്ങളുമാണ് ഇന്നത്തെ പ്രശ്നം. അത് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. നമ്മൾ ദയാവധത്തിന് അനുവാദം കൊടുത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെ സുപ്രീം കോടതി അങ്ങനെ ഒരു കമന്റ് പറഞ്ഞത്. ഒരിടയ്ക്ക് നേരത്തെ മൃഗങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ കേന്ദ്രത്തിലെ പഴയ കാലത്ത് കുറച്ചു കാലം മുമ്പുണ്ടായിരുന്ന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി അതിനെക്കുറിച്ച് അതിന്റെ ഈ അനിമൽ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടാകുന്ന ഇടപെടൽ, അത് ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി. അതിനു മുമ്പ് പട്ടികളെ അല്ലെങ്കിൽ നായ്ക്കളെ കൊല്ലണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനെ സംരക്ഷിക്കണമല്ലോ. നേരത്തെ ജോസ് സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ അന്ന് മുനിസിപ്പൽ ചെയർമാനായിരിക്കും. ഞങ്ങളുടെ അങ്കമാലിയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പന്നികളെ ഏറ്റവും കൂടുതൽ ഉള്ള തെരുവുകളിൽ പന്നികൾ നടന്നിരുന്നൊരു കാലമുണ്ട്. പന്നികളെ തടഞ്ഞിട്ട് നടക്കാൻ നിവൃത്തിയില്ല. പട്ടികൾ കടിക്കുന്നുവെങ്കിൽ പന്നികൾ ചെയ്യണത് ആ ചെളിയിലൊക്കെ കിടന്ന് ഉരുണ്ടിട്ട് നമ്മൾ ഇവരോടൊക്കെ പോകാനായിട്ട് രാവിലെ ഇറങ്ങുമ്പോൾ അവന്മാർ ഇറങ്ങി കയറി വന്നിട്ട് ചെളിയിൽ കുളിച്ച് കയറി വന്നിട്ട് ഒരു വാല് ചുരുട്ടി ഒരു ആട്ടത്തിനായിട്ട് ചെയ്ത് നമ്മൾ അന്നത്തെ യാത്ര പോയി. നമ്മളൊക്കെ വല്ലയിടത്തൊക്കെ പോകാൻ തയ്യാറായിട്ട് വന്നതായിരിക്കും. അപ്പോൾ ആ രീതിക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത അന്ന് വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ അന്ന് മുനിസിപ്പൽ ചെയർമാനായിരിക്കുമ്പോൾ തെരുവുകളിൽ കൂടി പന്നികൾ നടന്നാൽ ലൈസൻസ് ഒക്കെ വേണമെന്ന് ഇല്ലാതെ നടന്നാൽ അതിനെ പിടിച്ചു കൊണ്ടുപോയി പൗണ്ട് എന്ന് നമ്മളന്ന് പറയാറുണ്ട്. പൗണ്ടിൽ കൊണ്ട് കെട്ടുക എന്നാണ്. അന്നൊക്കെ തെരുവ് കന്നുകാലികളെ ഉൾപ്പെടെ എല്ലാത്തിനും അതിനൊരു പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു. എല്ലാ പഞ്ചായത്തിലും വന്ന് പൗണ്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പൗണ്ടുകൾ നിർത്തി. ഇതിന്റെ ഒരു തുടക്കത്തിന്റെ ഒരു കാര്യമാണ് ഈ പറയുന്നത്. മൃഗങ്ങളെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഉപദ്രവങ്ങളെ നിയന്ത്രിക്കാനോ നിർത്താനോ കഴിയാത്ത വിധത്തിൽ അത് നമ്മുടെ ഒരു സാംസ്കാരികമായ ഒരു ട്രെയിനിങ്ങിൽ മൃഗങ്ങളുടെ സ്നേഹം കൂടി എന്ന് പറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് അതിന് പ്രതിഷേധവും നടത്താതെ വരുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അതാണ് ജോസ് സൂചിപ്പിച്ചത്. പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യമാണ്. രണ്ട് തരത്തിൽ, ഒന്ന് സാമൂഹികമായ ഒരു ചിന്ത, സംരക്ഷണം, അല്ലെങ്കിൽ സാമൂഹികമായ ചുമതല എന്ന നിലയിൽ ലോക്കൽ ബോഡീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം എക്സിക്യൂഷനാണ്, നിയമത്തിന്റെ അല്ല. സ്നേഹം ഇല്ലായകയല്ല, സ്നേഹമുണ്ട്. എക്സിക്യൂഷന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ആത്മാർത്ഥതയാണ്.
ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സാമൂഹികമായ ആത്മാർത്ഥത അതിന്റെ കുറവാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ആ ഗ്യാപ്പാണ് അല്ലെങ്കിൽ ആ പോരായ്മയാണ് ജനസേവ പോലുള്ള സംഘടനകൾ നിർവഹിക്കുന്നത്. അതിനൊക്കെ നമ്മൾ എല്ലാവരും തന്നെ സപ്പോർട്ട് കൊടുത്താലേ കാര്യമുള്ളൂ. ഒരു ഗവൺമെന്റൽ ഇഷ്യൂ ആയിട്ട് സാധാരണ നമുക്ക് പറയാറുണ്ട്, വ്യാജമദ്യം ഉണ്ടാക്കുന്ന വിരോധമുണ്ട്, പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ആധ്യാത്മിക നേതാക്കന്മാർക്കും അധ്യക്ഷന്മാർക്കും ഒക്കെ അറിയാം. പക്ഷേ എന്തുകൊണ്ട് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ മദ്യപാനം നിൽക്കുന്നില്ല? നിൽക്കാത്തത് ഒരു സാമൂഹികമായ സംഗതിയാണ്. ഒരു പൊതുജന അവബോധമാണ് അതിന്റെ അടിസ്ഥാനം ഉണ്ടാവുക. അപ്പോൾ നിയമപരമായ വിലക്ക് മാത്രമല്ല സ്വാഭാവികമായിട്ടും അതിനകത്ത് വരേണ്ടതും വന്നതുകൊണ്ടും കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ടത് പ്രോസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഇസ് ദ ഓൾഡസ്റ്റ് പ്രൊഫഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ നിയമം മൂലം നിയന്ത്രിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന കാര്യമാണോ അത്? അല്ല. അപ്പൊ സ്വാഭാവികമായും പറയുന്ന കാര്യം നിയമം മാത്രമല്ല, സാമൂഹികമായ അവബോധവും അതിനു വേണ്ടി വരുന്ന മാനസികാവസ്ഥയും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആത്മാർത്ഥത, അതാണ് പ്രധാന വിഷയം. ഏത് കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അത് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, അതിന്റെ ഡിവോഷൻ, ആത്മാർത്ഥത, അത് തന്നെയാണ് പ്രശ്നം. ഇതൊക്കെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് നിയമപരമായ സംരക്ഷണവും സർക്കാർ തലത്തിലുള്ള അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആത്മാർത്ഥതയും സഹകരണവും ഉണ്ടായാൽ ഇതിന് പരിഹാരം കാണാം. ഒരു സംശയം വേണ്ട. ഏത് ഗവൺമെന്റ് എന്നുള്ളതല്ല, ഏത് പാർട്ടി എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിൽ പാർട്ടി ഭരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ടൊക്കെ ഉണ്ടാവുന്നതിന്റെ പ്രശ്നത്തിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ സ്ഥായിയായിട്ടൊരു വിഭാഗം ആൾക്കാരല്ല, പട്ടണമല്ല, പാർട്ടികളുമല്ല. പക്ഷേ ആത്മാർത്ഥത എന്നുള്ളത് ഇന്ന് രാഷ്ട്രീയത്തിലും എല്ലാ രംഗത്തും അന്യം നിന്നു പോകുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് നാട്ടിലെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രധാന കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്, ഇപ്പൊ ഈ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ വിശേഷം അനുസരിച്ച് താൽക്കാലികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാം മറ്റു കാര്യങ്ങളൊക്കെ മറക്കുക, പിടിക്കുക എന്നൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഈ സംഘടന പോലുള്ള സംഘടനകളുടെ പൊതുവായ ആവശ്യം ശബ്ദം, അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടും. ഒറ്റയ്ക്ക് പറയുന്ന പോലെയല്ല. അതുകൊണ്ടാണ് മാവേലിയുടെ ശബ്ദം ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പൊ കേരളത്തിലെ തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സജീവമായി ഇടപെടുന്ന ഒരു വിഭാഗം, ഒരു സംഘടന എന്ന നിലയിൽ അത് തന്നെയാണ് അവർ വഹിക്കുന്ന ഒരു മഹത്വവും സ്ഥാനവും അത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് തെരുവ് കുട്ടികളുടെ പ്രശ്നത്തിൽ ഇത് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ പല ആളുകളുടെയും മാനസികാവസ്ഥ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഞാനത് നേരിട്ട് അനുഭവിച്ചതാണ്. കാരണം ജോസ് മാവേലി അന്ന് നടത്തി വരുന്ന ആ ജനസേവ സ്ഥാപനത്തിനെതിരായി ആളുകൾ എതിർക്കുക. അത് ശരിയല്ല, അത് വേറെ ലക്ഷ്യം വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്, കള്ളത്തരമാണ് അല്ലെങ്കിൽ സമ്പത്ത് കള്ളപ്പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിലെ ചില പ്രധാന ആളുകൾ അല്ലെങ്കിൽ പ്രമാണികളെന്ന് ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ മാവേലിക്ക് കിട്ടുന്ന പ്രാധാന്യം അല്ലെങ്കിൽ അതിനുള്ള അംഗീകാരവും ഒക്കെ അവർക്ക് സഹിക്കുന്നില്ല. അവർ അതിനെതിരെ തുരത്താൻ വേണ്ടിയിട്ട് നിരവധി പരിപാടി നടത്തി. ആ സമയത്തൊക്കെ എനിക്കൊരു ഒരു ചാരിതാർത്ഥ്യമുള്ളത്, ആ സമയത്ത് ഞാനത് മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ തന്നെ അത് പരസ്യമായി ഞാൻ അതിന് ജോസിന്റെ ജനസേവയുടെ മാനുഷിക പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് ഞാൻ തന്നെ പിന്തുണ കൊടുത്ത ഒരാളാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു അഭിമാനമേ തോന്നുന്നുള്ളൂ. അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം സാമൂഹികമായ കാര്യങ്ങൾ എന്ന നിലയിലും നൈമികമായ കാര്യങ്ങൾ എന്ന നിലയിൽ നിയമപരമായ കാര്യമാണ് എന്ന നിലയിലും ഇതിനെ കണ്ടുകൊണ്ട് ഇത് നടപ്പിലാക്കുന്ന ആളുകൾക്കുള്ള ആത്മാർത്ഥത എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിൽ നമ്മളെ പോലുള്ള ഇപ്പൊ നിങ്ങളുടെ ഈ സംഘടന, നിങ്ങളുടെ വേൾഡ് മലയാളി കൗൺസിലൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിക്കും. കേരളത്തിലെ ആളുകൾ ശ്രദ്ധിക്കും, പല കാര്യങ്ങൾക്ക് ഇടപെടുന്നുണ്ട്. നിങ്ങൾ ജലപ്രളയം വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മലയോര കർഷകർക്കുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇടപെടുന്ന പോലെ നിങ്ങളുടെ കാശ് മാത്രം മേടിച്ചാൽ പോലെ നിങ്ങളുടെ ശബ്ദവും കേൾക്കണം എന്ന് തന്നെയുള്ള അഭിപ്രായമാണ്. അതിന്റെ ഒരു നല്ലൊരു സ്റ്റെപ്പ് എന്ന നിലയിലാണ് ഇപ്പൊ പറഞ്ഞ ലോകസഭ അല്ലെങ്കിൽ കേരളത്തിലെ ആ മലയാളികളുടെ ഒരു കൂട്ടായ ലോകത്തിലെ അത് അത്തരത്തിലുള്ള യോഗങ്ങളിലെല്ലാം തന്നെ ഇത് കൊണ്ടുവരികയും ഒരു സാമൂഹികമായ സംഘടനകളുടെ പിന്തുണയും മറ്റ് ആളുകളുടെയും ഒക്കെ തന്നെ ഉള്ള ഒരു ഇടപെടൽ അതിന് വേണ്ടിയിട്ടുള്ള ശബ്ദമുയർത്തി ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വളരെ നടക്കുന്ന പോലെ. ഇപ്പൊ ന്യൂസിലാൻഡിന്റെ ഏറ്റവും ഫലപ്രദമായി നടക്കുന്ന, ഈ ലോകത്ത് ഏറ്റവും നന്നായി നടക്കുന്ന സ്ഥലമാണ് ന്യൂസിലാൻഡ് എന്നാണ് ഇപ്പോ ഉള്ള WHO റിപ്പോർട്ട്. അങ്ങനെയാണ് ഇത്. പിന്നെ ഇതിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങളായിട്ട് പറയുന്നത് ഇപ്പൊ ഈ അനിമൽ ബർത്ത് കൺട്രോൾ, അതാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ വന്ധ്യംകരണം അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള മറ്റു ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ എല്ലാം തന്നെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പോപ്പുലേഷൻ, ഈ ഇത്തരത്തിലുള്ള സ്ട്രേ ഡോഗ്സിന്റെ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ കഴിയുന്നതിൽ ഇപ്പൊ നമുക്ക് വന്ധ്യംകരണം കൊണ്ടൊക്കെ കുറെയൊക്കെ സാധിക്കാം. പക്ഷേ ഇതിന് തെരുവിലേക്ക് ഇറക്കി വിടാതെ കൊണ്ടു നടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു വിഷയം. ഇതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെറിലൈസേഷൻ നടത്തുമ്പോഴാണ് ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ നായ്ക്കളൊക്കെ തന്നെ
അതിന് ഈ വെറ്റിനറി ഡോക്ടർമാരുടെ അസോസിയേഷൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം വിഷബാധ കൂടുതലുണ്ടാകും എന്നാണ് ഇതുപോലെ നിയന്ത്രണങ്ങൾ നടത്തി വരുന്ന സമയത്ത്. അതിന്റെ ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ വന്ധ്യംകരണം എന്നുള്ളത് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മൊബൈലായി നമ്മളിപ്പോൾ കൊണ്ടുകൊടുത്ത് അവർ തെരുവ് പട്ടികളൊക്കെ പിടിച്ചുകൊണ്ടുപോയി അവിടെ ചെന്നത് ചെയ്യുക എന്നുള്ള പറഞ്ഞാൽ എളുപ്പമുള്ള മൊബൈൽ വന്ധ്യംകരണങ്ങൾ ചെയ്യാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സ്വയം ഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തന്നെയാണ് ഉള്ളത് അതിനകത്ത്. പിന്നെ വാക്സിൻ്റെ ലഭ്യത, മറ്റേ വാക്സിനേഷനുള്ള സ്റ്റെറിലൈസേഷൻ കൂടാതെ തന്നെ വാക്സിനേഷൻ ഉണ്ടല്ലോ, നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ. അതിൻ്റെതായ മറ്റു തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലയെന്നല്ല. എന്നാൽ തന്നെ അതിന് തയ്യാറാകുക എന്നുള്ളതൊക്കെ അത് തന്നെയാണ് മറ്റു തരത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലെ കമന്റൊക്കെ പറഞ്ഞിരിക്കുന്നത്. നായ്ക്കൾക്ക് കൊണ്ട് സ്വാതന്ത്ര്യം എന്നുള്ള രീതിക്കാണ്. അതും പിന്നെ മറ്റൊരു കാര്യം, ഇത് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ആളുകൾ മരിച്ചപ്പം അതിന് ഉള്ളൊരു വിഷയം വാക്സിൻ കിട്ടാതെ പോയിട്ടുണ്ട് ചിലയിടത്ത് വാക്സിന്റെ ഗുണനിലവാരത്തിന്റെ കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതൊക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും സംഗതിയപ്പെടുന്നത്. പിന്നെ സർക്കാർ പലപ്പോഴും പറയാറ് കൊക്കിനെ പിടിക്കാൻ തലയിൽ വെണ്ണ വെച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെയാണ് പല സംഗതികളും. നായ്ക്കളെല്ലാവരും പിടിച്ചു കൂട്ടിക്കൂട്ടി ചെന്ന് സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അഭിപ്രായം, നായ്ക്കൾ തെരുവിലേക്ക് വരാതെ ഇറങ്ങാതെ ഓരോരോ വിഭാഗം സ്ഥലങ്ങൾക്ക് അതിനെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതിന് പ്രധാനമായും തെരുവിൽ ഇറങ്ങുന്ന നായ്ക്കൾക്ക് സംരക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സുരക്ഷിതത്വം ഏർപ്പാടാക്കുകയോ ചെയ്യേണ്ട ചുമതല ലോക്കൽ ബോഡീസിനാണ്. ആ ലോക്കൽ ബോഡീസിന് അത് ചെയ്യാൻ ബാധ്യതയുണ്ട്. അവർ അക്കാര്യത്തിൽ നിയമപരമായി പ്രതിജ്ഞാബദ്ധരായിരിക്കേണ്ടതാണ്. നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ സമ്പൂർണ്ണ സാക്ഷരത ഒരു വിഷയം. നമ്മൾ കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ വലിയ ഏറ്റവും ഒന്നാമത്തെ ഒരു ജില്ലയും സംസ്ഥാനമൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെ സാധിച്ചു നമുക്ക് ആലോചിച്ച് നോക്കണം. അത് വെറുതെ സർക്കാർ പറഞ്ഞുകൊണ്ട് മാത്രം നടത്തിയതല്ല. അതിനകത്ത് വോളണ്ടറി ഓർഗനൈസേഷൻ, എത്രയോ വോളണ്ടറി ഓർഗനൈസേഷൻ, ഞാൻ അന്ന് ചെയർമാനായിരിക്കുമ്പോഴാണ് അതൊക്കെ വന്നിട്ടുള്ളതൊക്കെ. ജോസും അവിടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഞങ്ങളൊക്കെ തന്നെ പോയി നടക്കണിങ്ങനെ ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അങ്ങനെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് അവർക്ക് ചായ കാപ്പിയൊക്കെ കൊടുത്ത് നേരത്തൊക്കെ വന്ന് വിളിച്ച് അങ്ങനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതും കഴിയും. അതുപോലെ കുടുംബശ്രീക്കും അതുപോലെ ജനകീയ ആസൂത്രണം വഴി ഇന്ത്യ രാജ്യത്ത് മാതൃകയായ സ്ഥലമാണത്. മന്ത്രിയൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ആത്മവിശ്വാസമാണുള്ളത്. പക്ഷേ എക്സിക്യൂഷന്റെ പ്രശ്നം, ഞാൻ വീണ്ടും പറയുന്നത്, രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇതിന്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ നടത്തിപ്പിന്റെ പ്രശ്നമാണുള്ളത്. അതിനേക്കാൾ ഉപരി അടിസ്ഥാനപരമായി ഇതിന്റെ ആത്മാർത്ഥത, ഇത് വിഷയം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ച് രാജ്യത്ത് ഇതിന്റെ ഒരു അല്ലെങ്കിൽ നാട്ടിൽ ഇതിന്റെ ഒരു ഇറാഡിക്കേഷൻ, ഒരു നിർമ്മാർജ്ജനം എങ്ങനെ ആക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആത്മാർത്ഥത, ഈ രണ്ട് പ്രശ്നത്തിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഈ തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിൽ നമ്മുടെ ഇവിടെ ഒരു സർവേ നടത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ 96% പേരും തെരുവ് നായ്ക്കളുടെ കാര്യത്തെക്കുറിച്ച് കൺസേൺഡ് ആണ്. ചില ആൾക്കാരൊക്കെ മൃഗസ്നേഹികൾ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ പലരും പലതരത്തിലാണ്. വെല്ലുവിൻ്റെ പട്ടിനെ നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ പറയുന്ന ചില ആൾക്കാരൊക്കെ പോലെ ഇവരതല്ല. ഇവർ സ്വയം ചമയുന്ന ആൾക്കാരുണ്ട്. അവിടെയും എന്തുമാത്രം ആത്മാർത്ഥം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഒരു കാര്യമുണ്ട്, നമുക്ക് ആശ്വസിക്കാൻ പറ്റിയൊരു കാര്യം, ഇന്ത്യയിലെ ഈ 28 സംസ്ഥാനങ്ങളൊക്കെ ഉള്ളപ്പോഴൊക്കെ തന്നെ അതിൽ 10-ൽ താഴെയാണ് നമ്മുടെ സ്ഥാനം എന്നുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് കണക്കാക്കി നമ്മൾ അനങ്ങാതിരുന്നാലും കാര്യമില്ല. മാത്രമല്ല അത് കണക്കാക്കി നമ്മൾ സാന്ത്വനപ്പെട്ടിരുന്നാലും പ്രശ്നം തീരില്ല. നമുക്ക് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ നമ്മൾ സാക്ഷരത മറ്റോടത്തും വരട്ടെ, അവിടെ 25-ൽ എന്ന് കണക്കാക്കിയിട്ട് നമ്മൾ അനങ്ങാതിരുന്നിട്ടില്ല. അവിടെ കുടുംബശ്രീ വന്നപ്പോഴൊന്നും വരാതിരുന്ന കാലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രവർത്തിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിന് ഈ വിഷയം ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മൾ വട്ടം കൂടി ഇരുന്ന് പറയണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ യോഗങ്ങളിലും കാര്യങ്ങളിലൊക്കെ പറയുകയും നിങ്ങളുടെ ഈ മറ്റു തരത്തിലുള്ള ഗൂഗിൾ പോലുള്ള മീറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലായിടത്തും അലയൊലിക്കും എന്നൊരു സംശയം ഇല്ല. വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ പറയാണ്, ഈ തരത്തിലുള്ള സംഘടനകൾക്ക് അത് ചെയ്യാൻ കഴിയും. അത് പലപ്പോഴും അങ്ങനെ കാണിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ സഹായിക്കട്ടെ. നിങ്ങൾ ഈ ശ്രമം നടത്തിയ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഒത്തിരി സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. വളരെ സമയമെടുത്ത് വളരെ കാര്യങ്ങൾ വിശദീകരിച്ച് കേൾപ്പിച്ചതിൽ ഞങ്ങൾ ഒരുപാട് കൃതജ്ഞതരാണ്. ഇനിയും വേൾഡ് മലയാളിയുടെ ഇതുപോലുള്ള വേദികളിൽ
അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലിനെ എപ്പോഴും സ്വാഗതമാണ്. ഏത് സമയത്തും ഞങ്ങളുടെ കൂടെ കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും തരുന്നു. താങ്ക് യു. തീർച്ചയായും. താങ്ക് യു. അടുത്തത് BMC വേൾഡ് മലയാളി കൗൺസിലിൻ്റെ നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിൽ നിന്നുള്ള ലിതീഷ് രാജിൻ്റെ ഒരു ഗാന ആലപനമാണ്. ലിതീഷ് രാജിനെ സ്വാഗതം ചെയ്യുന്നു. ഗ്രേറിയങ്കിൾ താങ്ക് യു. മമ്മൂട്ടി ചിത്രമായ ജോണി വാക്കർ എന്ന സിനിമയിലെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വീണ്ടും മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രത്തിലൂടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ശാന്തമീ രാത്രിയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഞാൻ ആലപിക്കുന്നത്, ട്രൈ ചെയ്യുന്നത്. താങ്ക് യു. La 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 ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ആകാശകൂടാരത്തിലാവിന്റെ മാക്കിണ്ണം നീട്ടുന്നതാര് കയ്യിൽ കാണാം രത്നങ്ങളാക്കുന്നതാര് ആകാശകൂടാരത്തിലാവിന്റെ മാക്കിണ്ണം നീട്ടുന്നതാര് കയ്യിൽ കാണാം സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര് കാതോരം വളരവാ ഭാഗ്യം കാണവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ഇറ്റമുറയ്ക്കുന്നതാല് കാണാപ്പുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാല് നക്ഷത്രമൊന്നാകെ ശക്തിക്കിനാവിന്റെ ഇറ്റമുറയ്ക്കുന്നതാല് കാണാപ്പുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാല് കാതോരം പാടപ്പാ ആൾപൂരം കാണാപ്പാ കാതോരം പാടപ്പാ ആൾപൂരം കാണാപ്പാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ
ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ കൊമ്പെടു കുറുങ്കുഴൽ കുടൽ തപ്പെടു അകിൽപ്പുറം കുടൽ നഗര തീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ ലാ 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 ലാ. Thank you. താങ്ക് യു ലിതീഷ്. നല്ലത് തന്നെ. ഇതിൽ സഹകരിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. Thank you. അടുത്തത് നമ്മൾ ഈ ഇന്നത്തെ സബ്ജക്റ്റിൻ്റെ ജനറൽ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. ഈ ജനറൽ ഡിസ്കഷനിൽ കിടക്കുമ്പോൾ അമേരിക്കൻ റീജിയൻ പ്രസിഡന്റ് ജോൺസൺ തലച്ചെല്ലൂർ. താങ്ക് യു ഗ്രിഗറി മേഡയിൽ. നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമയം വൈകിയിരിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാവരെയും അഡ്രസ് ചെയ്ത് സമയം കളയുന്നില്ല. വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഗസ്റ്റും മന്ത്രിയും എല്ലാം അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിച്ചു. തീർച്ചയായിട്ടും ഈ രണ്ട് പ്രശ്നങ്ങളും നമുക്ക് എന്തെങ്കിലും വേൾഡ് മലയാളി കൗൺസിലിന് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഗവൺമെന്റും ഇതിന് ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. നായ്ക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോട് കൂട്ടത്തിൽ അവരെ സുരക്ഷിതമായ രീതിയിൽ അവരെ വളർത്താനും കൂടെ ഉള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയേ തീരൂ. അതല്ലെങ്കിൽ ഇപ്പം ഈ കണക്കുകളൊക്കെ കേട്ടിട്ട് നമുക്ക് പേടി തോന്നുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് ഒരു വർഷം നായ്ക്കൾ കടിക്കുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ ദയനീയമായ ഒരു സിറ്റുവേഷനാണ്. ഇത്രയും നമ്മുടെ ടെക്നോളജിയും എല്ലാം ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു സിറ്റുവേഷനാണ്. അപ്പം അധികാരത്തിലിരിക്കുന്നവരും ഇപ്പം വെള്ളുമലയാളി പോലെയുള്ള സംഘടനകളും ഒക്കെ ഇതിന് ഒക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരേണ്ടതാണ്. നമുക്കത് ഒന്നിച്ച് പ്രവർത്തിച്ചാൽ അത് സാധിക്കാനുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ മിക്കവാറും പലരും അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ഥിതിവിശേഷം മാറിയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ വേണം അതിനൊരു നേതൃത്വം അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഡെഫിനറ്റ്ലി വേൾഡ് മലയാളി കൗൺസിലും അതുപോലുള്ള സംഘടനകളും ഗവൺമെന്റ് കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അങ്ങനെ നമുക്ക് ഈ രണ്ട് പ്രശ്നങ്ങളും, കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ കേരളത്തിൽ ഇല്ല എന്ന് കേൾക്കുന്നു. അത് നല്ല കാര്യം തന്നെ. മറ്റുള്ള സ്റ്റേറ്റുകളിൽ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നത് നമുക്ക് അത്ര സന്തോഷകരമായ കാര്യമല്ല. അപ്പൊ അവര് സ്കൂളിൽ പോയി പഠിക്കേണ്ട സമയത്ത് നിസ്സാര തുകയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ പോവർട്ടി കൊണ്ട് പിക് പോക്കറ്റിങ്ങും അതുപോലെ തന്നെയുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വളരെ ശോചനീയമായ ഒരു സംഗതിയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് എല്ലാവർക്കും കൂടി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ജോൺസൺ. താങ്ക് യു. അടുത്തത് പ്രൊഫസർ ഡോക്ടർ ലളിത മാത്യു. വെൽക്കം സർ. നമസ്കാരമുണ്ട് എല്ലാവർക്കും. ഡോക്ടർ ബിന്ദു, ഓണറബിൾ മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ആബ്സെൻഷ്യ. പിന്നെ ജോസ് മാവേലി സാറ്, ജോസ് തെറ്റേൽ സാർ, ഗോപാലപുരം സാർ, ജോൺ പത്തായി സാർ, ഇവിടെയുള്ള ബഹുമാനപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു എന്നെ കേൾക്കാൻ തയ്യാറായതിൽ. പിന്നെ മഹാരഥന്മാരായ രണ്ടുപേര്, അതായത് ജോസ് മാവേലി സാറും ജോസ് തെറ്റേൽ സാറും, അവരോട് സംസാരിച്ച് ഓൾമോസ്റ്റ് ഓൾ ദ പോയിന്റ്സ് ആർ കവേർഡ്. ബാക്കിയുള്ള ഡിസ്കഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരുത്തരുടെ നമ്മുടെ വ്യൂസ് പെട്ടെന്ന് പറയാം. ഇതിനകത്ത് ഈ ടോപ്പിക്കിൽ തന്നെ സ്ട്രേ ഡോഗ്സ് ആദ്യം എടുക്കാം. ചെറിയ പ്രശ്നങ്ങൾക്ക് ചെറിയ പരിഹാരം, ഭീമമായ പ്രശ്നങ്ങൾക്ക് അതിസങ്കീർണമായ പരിഹാരം ഉണ്ടായേ തീരൂ. തെരുവുനായുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയത്, ആരും അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഇത്ര നേരം. അതായത് എങ്ങനെ ഈ ഫാസ്റ്റ് ഫുഡ് കാരണം തെരുവ് നായ്ക്കൾ അതിന് അഡിക്റ്റഡ് ആയിട്ട് ദേ ആർ ക്രേവിങ് ഫോർ മീറ്റ്.
അപ്പൊ അതാണ് ഈ വേസ്റ്റ് ബിൻസ് എല്ലാം അത് നിങ്ങൾ കിടന്ന് ആക്രമിക്കുകയും ഫാസ്റ്റ് ഫുഡിന്റെ കൾച്ചർ മാറ്റാൻ പറ്റില്ല. ഇറ്റ് ഹാസ് കം ഫോർ സ്റ്റേയിങ് ഹിയർ. ചെറുപ്പക്കാരുടെ അടുത്തൊന്നും ഫാസ്റ്റ് ഫുഡ് എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഫാസ്റ്റ് ഫുഡ് ഡിസ്പോസലിന് എന്തെങ്കിലും ചെയ്യണം. അതും ഈ പറയുന്ന പോലെ എന്തൊരു മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് പറയേണ്ടിയിരിക്കുന്നു. വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പോഴും ക്ലീൻ ഇന്ത്യയും ക്ലിയർ ഇന്ത്യയും ഒക്കെ ഉണ്ടായിട്ടും വേസ്റ്റ് മാനേജ്മെന്റ് കേരളത്തില് അതിഭയങ്കരമായ ഒരു പ്രശ്നമാണ്. അപ്പൊ ഓരോരുത്തർ പകുതിയൊക്കെ തിന്നിട്ട് മീറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ചിക്കനും അതും ഇതൊക്കെ തിന്നിട്ട് വലിച്ചെറിയുമ്പോൾ അതുങ്ങൾ ഈ തെരുവ് നായ്ക്കൾ കഴിക്കുമ്പോൾ അവർക്കൊരു മാതിരി ആർത്തിയാ, ഭ്രാന്ത് കയറുകയാണ്. പേ ഇല്ലാത്ത പട്ടിക്ക് ഭ്രാന്താണ്, കഴിക്കാനുള്ള എന്ത് കിട്ടിയാലും ഒന്ന് കടിച്ചു കീറാനുള്ള ഇത്. അതാണ് അവര് നായ്ക്കള് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്. കൂടുതലും കുറച്ച് കുട്ടികളായതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവർ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പൊ പുലി വരെ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു, പുലി വരെ മനുഷ്യന്മാരെ അഫക്ട് ചെയ്യുന്നു. അതുപോലെയല്ലേ, അതിനേക്കാളും ഭയങ്കരമല്ലേ ഈ നായകള് നമ്മുടെ കൂടെ ഉള്ളവര്. സോ അതിനെന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കുക, വേസ്റ്റ് മാനേജ്മെന്റ് കർശനമാക്കുക, പിന്നെ വാസക്ടമി ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പൗണ്ട് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ എത്രത്തോളം ശരിയാവുന്നുള്ള എനിക്കറിയില്ല. ഐ എം വെരി സാഡ്, പെസിമിസ്റ്റിക് അല്ല, ജനറലി ഐ എം ആൻ ഓപ്റ്റിമിസ്റ്റിക് പേഴ്സൺ. എന്നാലും ഇത് ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്. എല്ലാവരും കൂടി മനസ്സ് വെച്ചാലേ അത് ശരിയാകാൻ പറ്റും. അത് പൊതുജനങ്ങൾക്കും ഗവൺമെന്റിനും അതിന് ഈക്വലായ ഒരു റോളുണ്ട്. എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതിനേക്കാളും ടോപ്പിക്കില് ആദ്യം പറഞ്ഞിരിക്കുന്ന ഇന്ത്യ വിതൗട്ട് എ സ്ട്രീറ്റ് ചിൽഡ്രൻ, ദാറ്റ് ഈസ് ഭയങ്കരമായ ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ അതിനകത്ത് തന്നെ വിതൗട്ട് സ്ട്രീറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നതിനകത്ത് തന്നെ ആ ടോപ്പിക് ഉണ്ടാക്കിയവരോട് ഞാൻ പറയട്ടെ, നമ്മളുടെ ആഗ്രഹം ആ ടോപ്പിക്കിലുണ്ട്. പക്ഷേ ഒരു പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ് നമ്മൾ പറയുന്ന ഫ്യൂച്ചർ ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. പ്രസന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഓരോ പ്രസന്റിനും ഒരു പാസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നടക്കുന്ന ഈ സംഗതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഞാൻ ഒരു ചരിത്രകാരിയല്ല, അതുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇതെങ്ങനെ ഉണ്ടായി, ഈ കുട്ടികള് എങ്ങനെ വന്നു, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്ട്രീറ്റ് ചിൽഡ്രൻ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടായി, നമ്മുടെ രാജ്യത്ത് എങ്ങനെ ഉണ്ടായി, എല്ലാം കണ്ണു അടച്ചുകൊണ്ട് ഞാൻ പറയാം. നമ്മളെ ഇംപവറിഷ് ചെയ്തത്, റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ ഇന്ത്യനെ ഒരു ഏറ്റവും ഭയങ്കര ദാരിദ്ര്യത്തിലോട്ട് തള്ളിവിട്ടത് 200 വർഷത്തെ ബ്രിട്ടീഷ് പാരമ്പര്യമാണ്, ബ്രിട്ടീഷ് റൂൾ തന്നെയാണ്. അത് ഞാൻ ഒരുപാട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത് തൊട്ട് കച്ചവടക്കാരെ ഇവിടുത്തെ താമസക്കാരായി. അവർ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ, ആദ്യം പോർച്ചുഗീസ് വരുന്നു, പിന്നെ ഡച്ച് വരുന്നു, പിന്നെ ഫ്രഞ്ച് വരുന്നു. താവളമടിച്ച് തമ്പടിച്ച് ഇവിടെ നിന്നവര് ബ്രിട്ടീഷുകാരാണെന്ന് ആലോചിക്കണം. അവർ ഓരോരുത്തരുടെ ഉദ്ദേശം അവർ നന്നാകുക എന്നുള്ളതാണ്. അവർ ചെയ്തത് ഒന്നും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ആയിരുന്നില്ല. എങ്ങനെ നമ്മളെ പോവർട്ടിയിലോട്ട് തള്ളി വിടാനൊക്കും എന്നുള്ള ഒരു സിറ്റുവേഷനാണ് അവരെടുത്തത്. സി, റൂറൽ പോവർട്ടി വാസ് എ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. കൂടുതലും ദാരിദ്ര്യം നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലാണ്. എങ്ങനെയാണ് ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് കുറച്ച് പുറകോട്ട് പോകാം നമുക്ക്. മഹാത്മാഗാന്ധി പോലും 1915 ആഫ്രിക്കയിൽ തിരിച്ചു വരുന്നത്, 1947 ഇൻഡിപെൻഡൻസ് വരുന്നത്. ഇതിനിടയ്ക്കുള്ള ഇത് നടന്നു എന്നുള്ളതല്ലാതെ അതിനു മുമ്പ് എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത്രയും റിച്ച് ആയിട്ടുള്ള നമ്മുടെ രാജ്യം എങ്ങനെ പോറായി? ഒരു പോർ കൺട്രിയിലേ പോർ കുട്ടികൾ ഉണ്ടാവുള്ളൂ. എങ്ങനെ ഇത്രയും തല ഉയർത്തി നിൽക്കുന്ന റാണിയായിട്ട് ഇരുന്ന ഇന്ത്യ രാജ്യം എങ്ങനെ ഇങ്ങനെ പോർ കൺട്രി ആയി എന്ന് നമ്മൾ ആലോചിക്കണം. അതായത് നമ്മുടെ പാവപ്പെട്ട ആളുകളെ കൊണ്ട്, ആർട്ടിസൻസിനെ കൊണ്ട്, ക്രാഫ്റ്റ്സ്മെനെ കൊണ്ട് അതിസുന്ദരമായ കാര്യങ്ങൾ, പദാർത്ഥങ്ങൾ ഓരോന്നും ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് അത് പുറത്തു പോയിരിക്കുന്നത്. അത് നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ബ്രിട്ടീഷുകാരുടെ സംഗതിയായിട്ട് നമ്മുടെ മസ്ലിൻസ്, നമ്മുടെ സിൽക്സ്, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന അവരുടെ എന്താ പറയാ തറി, the looms where these things were being spun, finest silks, damasks, എല്ലാം ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അത് അവിടെ കൊണ്ടുപോയി അവരുടെ പ്രോഡക്റ്റ് ആയിട്ട് വിറ്റിട്ട് ലാഭം കിട്ടിയപ്പോ ഇവർക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ബംഗാൾ ഫാമിന്റെ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ധാന്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, നെല്ലറകളെല്ലാം ഫുള്ളായിരുന്നു, അവർ വിട്ടുകൊടുത്തില്ല ജനങ്ങൾക്ക്. അതുകൊണ്ട് പട്ടിണിയായി. പട്ടിണി പാവങ്ങളായ കുട്ടികളെ ഉണ്ടാവുള്ളൂ ഒരു 3 ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി സമ്മതിക്കില്ല. ഇൻഡസ്ട്രിയെ ഡിമോളിഷ് ചെയ്തു. എന്നിട്ട് എന്തായി? നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ കോൺഫിസ്കേറ്റ് ചെയ്യുന്നു. ഇത് പറഞ്ഞു തന്നാൽ തീരില്ല. പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രി എല്ലാം നശിപ്പിച്ചു. നമ്മുടെ ഓൺ റൈറ്റ്, നമ്മുടെ പ്രോഫിറ്റ്, നമുക്ക് കിട്ടേണ്ടിയ പ്രോഫിറ്റ്, നമ്മുടെ വ്യവസായികൾക്ക് കിട്ടേണ്ടിയ പ്രോഫിറ്റ് അവരടിച്ചു മാറ്റി. അവർക്ക് അവരുടെ നാട്ടിലെ അവരുടെ ജനങ്ങൾക്കൊക്കെ, അവരുടെ സ്വന്തക്കാർക്കൊക്കെ പെൻഷൻ അയക്കാനും പൈസ അയച്ചു കൊടുക്കാനും ഇവിടെ വളരെ സമൃദ്ധമായുള്ള ജീവിതം ജീവിക്കാനുമാണ് നമ്മുടെ ആളുകളുടെ പൈസ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് അവർ ചെയ്യുന്നത്. പിന്നെ അവർ പ്രോഫിറ്റ് ദേ സെൻഡ് ടു ദ
families pension ആയിട്ട്. British theft in India is the only reason for the present street children. അത് ഭയങ്കര ദുഃഖകരമായ ഒരു സത്യമാണ്. നമ്മളെ കുട്ടികൾ ഇംഗ്ലണ്ടിൽ പഠിക്കുന്നു. ഇപ്പോഴും ഇംഗ്ലണ്ടിന്റെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഇംഗ്ലണ്ട് രാജ്യത്തിന്റെ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിക്കുന്നു. ഇന്ന് എനിക്ക് സത്യത്തിൽ ഈവൻ ദോ ഐ ഹാവ് എ പാഷൻ ഫോർ മൈ സബ്ജക്ട്, കൂടുതലും ആ ഇന്ത്യ ചരിത്രവും നമ്മുടെ പോവർട്ടി ചരിത്രവും പുറകോട്ട് നോക്കുമ്പോൾ ഈ സബ്ജക്റ്റാണല്ലോ ഞാനൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അത്ര ഭയങ്കരമായിരുന്നു അത്. ജാലിയൻ വാലാബാഗ്, സിപ്പോയ് മ്യൂട്ടിനി ഒക്കെ നമുക്ക് വിടാം. സാധാരണ കാര്യങ്ങളിൽ എന്തിനാ ഹോളോകോസ്റ്റ് ആയിരുന്നു. ഹോളോകാസ്റ്റ്. ദേ വാണ്ടഡ് എ സ്റ്റാർവിംഗ് ഇന്ത്യ ആണ്. അതിപ്പോ ഏത് ഗവൺമെന്റ് വന്നാലും ഏത് പാർട്ടി വന്നാലും നിന്ന നിപ്പില് തെരുവ് കുട്ടികളെ ഇല്ലാതാക്കാനൊക്കെ ഒന്നും തോന്നുന്നില്ല. മേ ബി എന്റെ സുന്ദര സ്വപ്നം എന്താണെന്ന് വെച്ചാൽ പതുക്കെ ശരിയാവുന്നുണ്ടോ. അത് കമ്മ്യൂണിസ്റ്റുകാരാണോ BJP ആണോ എന്നാണോ എന്നുള്ള ഇവിടെ പറയേണ്ട ആവശ്യമേ ഇല്ല. ഇറ്റ് ഇസ് നോട്ട് പൊളിറ്റിക്കൽ. ഇറ്റ് ഈസ് എ ബാങ്ക്രപ്സി ത്രസ്റ്റ് ഓൺ ദ ഇന്ത്യൻ. നമ്മൾ കുറെ പേര് പണക്കാരുണ്ട്. നിങ്ങൾ മറുനാടൻ മലയാളികൾ, നിങ്ങൾ കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നതെങ്കിൽ തന്നെ നിങ്ങൾ നല്ല സമ്പന്നരായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഞങ്ങളുള്ളവരും മിഡിൽ ക്ലാസ് ഒരുമാതിരിയൊക്കെ തല്ലിക്കുട്ടി പോകുന്നു. പക്ഷെ ഈ മില്യൺസ് ഓഫ് പുവർ പീപ്പിളിന് ഭക്ഷണം കൊടുക്കാൻ, അല്ലെങ്കിൽ അതുപോലെ അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും ഡെവലപ്പ് ചെയ്താലേ സാധിക്കുന്നുള്ളൂ. ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി ഇൻ അനദർ 20 or 30 years ഈ സ്ട്രീറ്റ് ചിൽഡ്രന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. താങ്ക് യു ലളിത മാഡം. നല്ല പോയിന്റുകൾ ഉന്നയിച്ച് തന്നെ സംസാരിച്ചു. ഏറ്റവും നന്നായിരുന്നു. നന്ദിയുണ്ട് ഇതിൽ സഹകരിച്ചതിൽ. താങ്ക് യു. അടുത്തത് ഞങ്ങളുടെ പ്രിയങ്കരനായ ഡോക്ടർ ജോർജ് കള്ളിയേടനെ സ്വാഗതം ചെയ്യുകയാണ് ഇതിനകത്ത് ചർച്ചയ്ക്ക്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു വിഷയവും ഈ സമ്മേളനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. എല്ലാവർക്കും വേൾഡ് മലയാളി കൗൺസിലിന്റെ ഭാരവാഹികൾക്കും ഇന്നത്തെ വിശിഷ്ട അതിഥികൾ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഈ വിഷയം വളരെ ഗൗരവമുള്ള രണ്ട് വിഷയങ്ങളാണ്. അതില് രണ്ടും ഞാൻ നോക്കിക്കാണുന്നത് രണ്ടും നമ്മുടെ സാമൂഹ്യ നീതിയുടെ പ്രശ്നം തന്നെയാണ്. അതിലൊന്ന് നമ്മുടെ തെരുവ് കുട്ടികളുടെ അല്ലെങ്കിൽ തെരുവിൽ ജീവിക്കുന്നവരുടെ കാര്യം. അവര് നമ്മുടെ സാമൂഹ്യ നീതി, അതായത് നമ്മുടെ സംവിധാനത്തിൽ അവരോടുള്ള നമ്മുടെ സമീപനം, അവരുടെ അവകാശങ്ങളെ പറ്റിയുള്ള നമ്മളുടെ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള അവബോധം എത്ര ഉണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷർ കൂടിയാണ് നമ്മളിപ്പോ കാണുന്നത്. അതൊന്ന്. പിന്നെ ഞാനിത് രണ്ട് വിഷയത്തെയും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ്സ് ദ കോൺസെപ്റ്റ് ഓഫ് എ ഹ്യൂമൻ സെറ്റിൽമെന്റ്. ഇപ്പൊ നമ്മളുടെ ഇപ്പോ ഈ പ്രത്യേകിച്ച് സ്ട്രേ ഡോഗ്സിന്റെ വിഷയത്തെ പറ്റി പറയുമ്പോൾ ഉള്ള വലിയൊരു കൺഫ്യൂഷൻ ആണിത്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യരുടെ ഒപ്പം തന്നെ ആനിമൽ റൈറ്റ്സും കൂടി വെച്ച് കൺഫ്യൂഷൻ ആകുക എന്നുള്ള ഒരു അവസ്ഥയാണ്. അത് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടമല്ല, കോടതികൾക്ക് മുമ്പിലും ആ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ നിയമവും ആ കാര്യത്തിൽ വ്യക്തമല്ല. അതിൽ ഞാൻ നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ്. അവർ സിറ്റീസ് ആർ ബേസിക്കലി ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുന്നത് പട്ടണങ്ങളിലോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലോ ആണെങ്കിൽ അത് മാൻമെയ്ഡ് ഡിസൈൻ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആണ്. അത് മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർ പണി കഴിപ്പിച്ചിട്ടുള്ള ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോ ജനറൽ ആയിട്ടുള്ള ഒരു തിയറി എടുത്തുകൊണ്ട് എല്ലാ ജീവികൾക്കും എല്ലാ ആനിമൽസിനും മനുഷ്യർക്കും എല്ലാം ഇതിൽ സ്ഥാനമുണ്ടെന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഹ്യൂമൻ സെറ്റിൽമെന്റ്സിൽ ഇപ്പൊ അർബൻ സെറ്റിൽമെന്റ്സിലാണെങ്കിൽ അവിടെ മനുഷ്യർക്ക് ചില അവകാശങ്ങളുണ്ട്. അത് മാനുഷികമായിട്ടുള്ള ജനറൽ ഹ്യൂമൻ ബീയിങ് ഉൾപ്പെടെ ഒരു ഭരണഘടനയുടെ കൊടുക്കുന്ന ചില അവകാശങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആണെങ്കിലും അവരുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്, റൈറ്റ് ടു ഫുഡ് ഉണ്ട്, അങ്ങനെ റൈറ്റ് ടു സ്പേസ്, ഷെൽട്ടർ, ഇതെല്ലാം അവരുടെ അവകാശമാണ്. അത് അവർക്ക് കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. പക്ഷെ അതേസമയം ഇതില് ഡോഗ്സ് റൈറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മളത് അനിമൽസിനോട് കരുണ കാണിക്കുന്നുണ്ടെങ്കിലും ഇത് അവരുടെ ഒരു റൈറ്റ് ആയിട്ട് നമുക്ക് കണക്കാൻ പറ്റില്ല ഇൻ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ബൈഫർക്കേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു കോൺസെപ്റ്റ് ബഹുമാനപ്പെട്ട തെറ്റേൽ സാറ് പറഞ്ഞതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു നമുക്ക് പൗണ്ട് എന്ന് പറയുന്ന സിസ്റ്റം. അതായത് നമ്മുടെ സോൺസ് മാറ്റി സ്ഥാപിക്കുകയാണ്. അതായത് അവർക്ക് വേണ്ടിയുള്ള സോൺസ് വേറെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുക. വി ആർ നോട്ട് ക്രൂവൽ ടു ആനിമൽസ്, ബട്ട് വി ആർ സെപ്പറേറ്റിംഗ് ദം ഫ്രം ദ മെയിൻ സ്ട്രീം ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്. അത് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് പറയുമ്പോൾ നമ്മുടെ വീടുകളും നമ്മുടെ കമ്മ്യൂണിറ്റികളും നമ്മളുടെ റോഡുകളും അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് സേഫ് ആയിട്ട് പോകാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ അവകാശമാണ്.
അപ്പൊ അതിന്റെ കൂടി കണക്കിലെടുത്തിട്ട് വേണം പിന്നെ സർക്കാരായാലും പ്രാദേശിക ഭരണകൂടങ്ങളായാലും പോളിസികൾ രൂപീകരിക്കേണ്ടത്. അപ്പൊ ഇത് ഗൗരവമായിട്ട് എടുക്കുന്ന അവിടെയുള്ള ഒരു ഗ്രാമത്തിലോ അല്ലെ പട്ടണത്തിലോ ഉള്ള എല്ലാവർക്കും സേഫ് ആയിട്ട് റോഡിൽ കൂടി നടക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതും ഡോഗ്സിന്റെ റൈറ്റുമായിട്ട് മിക്സപ്പ് ചെയ്യരുത്. അതുകൊണ്ട് ഇതിന് പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുകയും നിയമത്തിന്റെ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ കണ്ടെടുക്കേണ്ടത് ആവശ്യമാണ്. അതിന് നമ്മളെല്ലാവരും ഒന്നിച്ച് ആലോചിച്ച് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നല്ല സൊല്യൂഷൻസ് ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ സംരംഭം, ഈ ഇനിഷ്യേറ്റീവ് എടുത്തതിന് പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അതുപോലെ ശ്രീ ജോസ് മാവേലി സാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. അങ്ങനെ ചെയ്യുവാൻ ഉള്ള സന്നദ്ധത കാണിക്കുന്ന എല്ലാവരെയും നമ്മൾ വളരെയധികം അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഡോക്ടർ ജോർജ് കല്ലിയേടൻ. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നമ്മുടെ ഈ വേദിയിലെ കാരുൾ സോമൻ പ്ലീസ്. വേൾഡ് മലയാളി കൗൺസിലിന്റെ ഈ സബ്ജക്റ്റ് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്. നമ്മുടെ കേരളം നേരിടുന്ന ഇന്നത്തെ വലിയൊരു പ്രതിസന്ധിയാണിത്. തെരുവുനായ്ക്കൾ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്ത് തെരുവ് കുട്ടികൾ. ഇത്തരത്തിൽ പലവിധ ഭാരങ്ങളെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മധ്യത്തിൽ എനിക്ക് പറയാനുള്ളത്, മുൻപ് നമ്മുടെ മുൻ മന്ത്രി പറഞ്ഞതുപോലെ പരസ്പര സഹകരണത്തോടു കൂടി ആദ്യമായിട്ട് നടപടിക്രമങ്ങൾ തുടരേണ്ടത് സർക്കാരാണ്. അവരുടെ ചുമതലയാണ് ഈ വിഷയം പരിഹരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാമൂഹിക വിഷയം, ഈ വിപത്ത് ഇങ്ങനെ ഉള്ളപ്പോൾ ജനങ്ങൾ ഒപ്പം നിൽക്കും, യാതൊരു സംശയവുമില്ല. ശരിയായിട്ടുള്ള ശിക്ഷണം, നടപടിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ വിഷയം മാത്രമല്ല ഏത് വിഷയത്തിലും ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കും. അതിന് നിശ്ചയദാർഢ്യമുള്ള ദേശസ്നേഹികളായിട്ടുള്ള ഭരണാധിപന്മാർ പഞ്ചായത്ത് മുതൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുകയുള്ളൂ. പിന്നെ ഇതിനിടയിൽ നമ്മുടെ ഒരു മാന്യ വ്യക്തി പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് മുതൽ എന്താണ് ഈ പറയുന്ന വിശപ്പ്, പട്ടിണി തുടങ്ങിയെന്നതിനോട് ഒട്ടും ഞാൻ യോജിക്കുന്നില്ല. ബ്രിട്ടീഷുകാരാണോ ഇന്ത്യയിൽ പട്ടിണി കൊണ്ടുവന്നത്? ഞാൻ തിരിച്ചു ചോദിക്കുന്നു, അവർ 200 വർഷം അവിടെ ഭരിച്ചുവെങ്കിൽ അവരുടെ ഭരണം മൂലം ഇന്ത്യ മാത്രമല്ല ഇങ്ങനെയുള്ള വ്യക്തികൾ കുറഞ്ഞ പക്ഷം അവർ ഉണ്ടാക്കിയിട്ടുള്ള ഡൽഹി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒന്ന് കാണുന്നത് നല്ലതാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗം, അല്ലെങ്കിൽ ആതുര സേവന രംഗം, അല്ലെങ്കിൽ എന്തും അവർ ഉണ്ടാക്കിയിട്ടുള്ള നന്മകളെ മറച്ചു വെച്ചുകൊണ്ട് അവരിവിടുന്ന് മൊത്തം അടിച്ചോണ്ട് പോയി എന്നൊക്കെ ഇപ്പം പറയാൻ എളുപ്പമാണ്. ഇന്നത്തെ പ്രധാനമന്ത്രി കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറഞ്ഞ പക്ഷം ബാത്റൂമെങ്കിലും ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ നമ്മളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക. ഭരണം നമുക്ക് കിട്ടിയിട്ടും നമ്മുടെ ദാരിദ്ര്യവും പട്ടിണിയും നമ്മുടെ വിശപ്പും നമ്മുടെ തൊഴിലില്ലായ്മയും സാമൂഹിക വിപത്തുകളെ അല്ലെങ്കിൽ അഴിമതി തുടങ്ങിയ മാറ്റിമറിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ഭരിക്കുന്ന പിന്നെ രാജ്യമായാലും സംസ്ഥാനമായാലും ഭരണാധിപന്മാരുടെ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് ഈ സമയം നമ്മുടെ ജോസ് മാവേലിയെ പോലുള്ളവരെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷം. തീർച്ചയായിട്ടും വേൾഡ് മലയാളി കൗൺസിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ മുന്നോട്ട് വരണം. ഞാൻ ഈ പേപ്പട്ടികളെ പറ്റി ഞാൻ പ്രത്യേകിച്ചും പറയാറുണ്ട്. അതായത് നാട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ മരുന്ന് ലോബിയാണ്. നായ്ക്കളെ പറ്റി ഞാൻ പല ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടികളുടെ വിഷയത്തെ പറ്റി നമ്മുടെ ജോസ് സാറ് പറഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി മനസ്സിലായത്. തീർച്ചയായിട്ടും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെയും നമ്മുടെ എഴുത്തിലൂടെയും ഒക്കെ ജനത്തെ ബോധവൽക്കരിക്കേണ്ട ചുമതല നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം ഈ വിഷയത്തിൽ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു കാരുൾ സോമൻ. കാരുൾ സോമൻ പ്രവാസി മലയാളികളിടയിൽ പ്രശസ്ത സാഹിത്യകാരനാണ്. അനേകം പുസ്തകങ്ങൾ എഴുതുന്നു. എല്ലാ സബ്ജക്റ്റിനെ പറ്റിയും അദ്ദേഹം എപ്പോഴും പ്രസൻ്റാണ്. അപ്പം അദ്ദേഹത്തിന് ഒത്തിരി നന്ദി. അടുത്ത പൗൾസിനെ ക്ഷണിക്കുന്നു ഈ ചർച്ചയിലേക്ക്. ഗുഡ് ഈവനിങ്. വേൾഡ് മലയാളി കൗൺസിൽ നമ്മുടെ യൂറോപ്പ് റീജിയൻ നടത്തുന്ന ഈ മാസമുള്ള ഈ കൂടിക്കാഴ്ച, പ്രത്യേകിച്ച് നമ്മളുള്ള ആത്മബന്ധം അത് കുറേ കൂടിയും വേരൂന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേക നന്ദി ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ചയിലേക്ക് വരികയാണ്. ഞാനിപ്പോ ജോസ് മാവേലി, എൻ്റെ ജോസ് തെറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ടായിരുന്നു.
ഈ കുട്ടികള് നമ്മുടെ ഒരു ആവശ്യമല്ല. സ്ട്രേ ഡോഗ്സ് നമ്മുടെ ഒരു നാടിന് ആവശ്യമുള്ള സാധനമല്ല. പക്ഷെ അവരെ സംരക്ഷിക്കേണ്ടത് കടമയായിട്ട് കാണുന്നത് റാബീസിന്റെ ഉണ്ടാക്കുന്ന മെഡിസിൻ ഗ്രൂപ്പ് മാത്രമാണ് എൻ്റെ അറിവ്, ഞാൻ മനസ്സിലാക്കിയത്തോളം. അപ്പോൾ അതിനൊരു നിയമം ഉണ്ടാക്കുകയും ചെയ്തു. അത് എല്ലാവർക്കും അറിയാം. 34 ലക്ഷം മറ്റോ റാബീസ് കേസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഒരു രൂപയ്ക്ക് 10,000 അല്ലെങ്കിൽ 20,000 റുപ്പീസ് വെച്ച് ചെലവാക്കണമെങ്കിൽ എത്ര കോടികളുടെ ബിസിനസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിത് ആരും പറയുന്നില്ലെങ്കിൽ ആരും മനസ്സിലാക്കില്ല. എന്തുകൊണ്ട് നമുക്കൊരു കേസ് നടത്തിക്കൂടാ? നമ്മൾ നല്ല അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ വേൾഡ് കൗൺസിലിന്റെ എല്ലാവരും കൂടി ഫണ്ട് ചെയ്തിട്ട് ഒരു കേസ് നടത്തി കഴിഞ്ഞാൽ ഈ തെരുവ് നായകളെ നമ്മൾക്ക് 2005 മുമ്പ് കൊന്ന മാതിരി കൊന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇപ്പം എല്ലാവരും വളരെ ആൾക്കാർ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്, മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്ക്. ഇതെല്ലാം ഒഴിവാക്കേണ്ട കാരണം ഈ സ്ട്രേ ഡോഗ്സ് കാരണം. നമുക്ക് ആവശ്യത്തിന് ഉതകാത്ത ഈ സ്ട്രേ ഡോഗ്സിനെ വെച്ചിരിക്കേണ്ട ആവശ്യം എന്താണ്? ഇവർക്ക് പക്ഷികളെ മാത്രം കൊല്ലാൻ പാടില്ല. ആ സമയത്ത് പശുക്കളെ കൊല്ലാം, ആടുകളെ കൊല്ലാം, കോഴികളെ കൊല്ലാം, അതിനൊന്നും പ്രശ്നമല്ല. അപ്പൊ ഇത് എന്തുകൊണ്ട് നമുക്കത് ഒരു കേസ് നടത്തി ഇതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രയത്നിച്ചുകൂടാന്ന് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ട സമയമായി വന്ന് അതിക്രമിച്ചിരിക്കാം. കാരണം ഞാൻ പലപ്പോഴും കാണുന്നുണ്ട്, കടിച്ചു കയറി കാണുന്ന, തൊലി പൊളിച്ച് കാണുന്ന വ്യക്തികളെ കാണിച്ചു നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ. നമ്മൾ അങ്ങനെ ചിന്തിക്കുക, അല്ലാതെ നമ്മൾ അവരെവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ട്രേ ഡോഗ്സിനുള്ള പ്രോബ്ലംസ് ചൈൽഡ്സ് അല്ല, കേരളത്തിൽ അതില്ല. കാരണം നമുക്ക് അത് പറ്റിയിട്ട് നമ്മളെല്ലാവരും വിദ്യാഭ്യാസ സമ്പന്നരാണ്. നമ്മളൊരാൾ ഒരു കുട്ടി സ്കൂളിൽ പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ കണ്ട് അവരെ മാതാക്കളോട് പറഞ്ഞ് നമ്മളവരെ പഠിപ്പിക്കാൻ വിടാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ അറിവിൽ ഒരു സ്ഥലത്തും അങ്ങനെ കുട്ടികൾ വഴിയരിയിൽ കാണുന്നില്ല. മാത്രമല്ല ഭിക്ഷാടകരാണ് മാരി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിപ്പോൾ കേരളത്തിൽ നടക്കുന്നില്ല. കാരണം മലയാളികൾക്ക്, പ്രബുദ്ധരായ മലയാളികൾ പിടിച്ച് അവരെ പോലീസ് ഏൽപ്പിച്ച് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ കുട്ടികളെ പിടുത്തക്കാർ തന്നെ കൊണ്ടുപോയി മറ്റുള്ള സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിപ്പോൾ വരുന്നില്ല. കാരണം നമ്മുടെ അവയർനെസ് വളരെയധികം ശക്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മളെ എല്ലാ അപകടങ്ങളും നേരത്തെ കുട്ടിയെ അറിയിച്ച് കുട്ടികളെ രക്ഷിക്കാനുള്ള എല്ലാ വഴികളും പഴുതുകളും നമ്മൾ അവർ എടുത്തുകൊണ്ടുപോകുന്ന എല്ലാ പഴുതും നമ്മൾ അടച്ചിട്ടിരിക്കുക. അതൊരു നല്ലൊരു കാര്യമാണ്, സോഷ്യൽ മീഡിയയ്ക്ക് കൊണ്ട് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ ഇപ്പൊ ഈ കേസ് നമുക്ക് നടത്തേണ്ടത് ചില്ലറക്കാരോടല്ല, കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു മാഫിയാണ്. അതായത് ഈ റാബീസ് മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സുകാരുടെ ഒക്കെ എതിരായിട്ട് നമുക്ക് ഒരു കേസ് കൊടുക്കേണ്ടിയിരിക്കും. അവരാണ് ഇതിപ്പോ രക്ഷിക്കാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഒരിക്കൽ ജോസ് മാവേലി എവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർമ്മയുണ്ട്. അതൊക്കെ ശരിക്കും ജോസ് മാവേലിയുടെ അടക്കം ഹെൽപ്പോടുകൂടി നമുക്ക് കേസ് നടത്താം. നല്ലൊരു അഡ്വക്കേറ്റ് വെച്ചിട്ട് ഈ കേസ് നടത്തി രക്ഷപ്പെടുത്തിയേ നിർത്തുള്ളൂ. കേരളത്തിലെ ജനങ്ങളെ അറ്റ്ലീസ്റ്റ്. മറ്റുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കാർക്കും വേണ്ട. കാരണം ഇതൊക്കെ ഒരു ഭൂമാഫിയമാര്, ഫാർമസ്യൂട്ടിക്കൽ മാഫിയയുടെ ബിസിനസ് മാത്രമാണ് ഈ റാബീസ്. റാബീസ് ഇല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ഇല്ല. റാബീസ് വേണമെങ്കിൽ പേപ്പട്ടികൾ വേണം, പേപ്പട്ടി സ്ട്രേ ഡോഗ്സ് വേണം. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാനുള്ള എന്തെങ്കിലും പഴുത് കണ്ടെത്തണം എന്നാണ് എന്റെയും ഈ സമയത്തുള്ള ഒരു അപേക്ഷ. നമുക്ക് എല്ലാവരോടും കൂടി അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനും അതിന് ഭാഗമാക്കാൻ തയ്യാറാണ്. താങ്ക് യു എവരിബഡി ഫോർ ദിസ് നൈസ് ഈവനിങ്. പ്രത്യേകിച്ച് എല്ലാ ഫ്രണ്ട്ഷിപ്പും എല്ലാ മാസം തുടരെ കാണുന്നതുകൊണ്ട് ഞാൻ വളരെ ക്ലോസ് ആയി നിങ്ങളോട് എല്ലാവരും. താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. താങ്ക് യു മിസ്റ്റർ പൗൾസൺ എപ്പോഴും നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സാംസ്കാരിക വേദിയിൽ എപ്പോഴും സന്നിഹിതനാകുകയും അതിനെ പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ പൗൾസന് ഒത്തിരി നന്ദി. താങ്ക് യു. ഇനി അടുത്തത് നമ്മുടെ കലാപരിപാടി ഡാൻസിലേക്ക് കടക്കുകയാണ്. ഗ്രൂപ്പ് ഡാൻസ്, അന്ന ആന്റണി ടീം. പമ്പാഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം. പമ്പാഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം. വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാട്ടണിയാൻ നിൽക്കുമ്പോൾ
സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക്. പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ചുളനാളം മിഴിതെളിയാനായി കാണുന്നു. ഓദയാമയ പരാൽ പര ശരണജപങ്ങളോടെ നീക്കമേ. ഓദയാമയ പരാൽ പര ശരണജപങ്ങളോടെ നീക്കമേ. ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നു ഗുരുവും. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്ക് ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുമ്പിൽ. നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക്. നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക്. താങ്ക് യു. അടുത്തത് ഒരു ഡാൻസ് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഉമൽ കോയൻ പ്രൊവിൻസ് മിഡിൽ ഈസ്റ്റ് റീജിയനിൽ നിന്ന് ശ്രീമതി സുരഭി പ്രശാന്ത് പ്ലീസ്. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പര്യവസാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നന്ദി പ്രകടനത്തിന് വേണ്ടി മിസ്റ്റർ ഷൈബു ജോസഫിനെ സാദരം ക്ഷണിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയന്റെ ട്രഷററാണ് മിസ്റ്റർ ഷൈബു ജോസഫ്. ഷൈബു, കാരി ഓൺ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയന്റെ 22ാമത്തെ ഓൺലൈൻ കലാസാംസ്കാരിക വേദിയുടെ ഓൺലൈൻ ഇന്ന് വളരെ ഭംഗിയായി നടക്കുകയാണ്. അതിന്റെ അവസാനത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് താങ്ക്സ് ആണ്. ആദ്യമേ തന്നെ ഈ ചടങ്ങ് നമ്മളുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ വിത്തൗട്ട് സ്ട്രീറ്റ് ചിൽഡ്രൻ ത്രെറ്റ് ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ കേരള. അതായിരുന്നു ഒരു കാലിക പ്രസക്തമായ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഡോക്ടർ ബിന്ദു, ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ഡോക്ടർ ബിന്ദു സമയത്ത് തന്നെ എത്തിച്ചേർന്നു. നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള നന്ദിയും കടപ്പാടും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും നേർന്നുകൊള്ളട്ടെ. അടുത്തതായി നമുക്ക് സ്വാഗത പ്രസംഗനായി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട WMC യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ശ്രീ ജോളി പടയാട്ടിലാണ്. ജോളി സാറിനോടുള്ള നന്ദി കടപ്പാടും WMC യൂറോപ്പ് റീജിയന്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഇവിടെ നേർന്നുകൊള്ളട്ടെ. കൂടാതെ നമ്മളുടെ എന്നത്തെയും പോലെ ഈ പരിപാടി ഗംഭീരമായി ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ ഗ്രിഗറി മെഡയിൽ സാറും നമ്മളുടെ അന്നാട്ടോമുമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഏത് പരിപാടിയും വിജയകരമായി നീങ്ങുവാൻ അതിന് സഹായിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കുമുള്ള നന്ദി WMC യൂറോപ്പ് റീജിയൻ്റെ പേരിൽ നേർന്നുകൊള്ളട്ടെ. കൂടാതെ നമ്മളുടെ ഈ സബ്ജക്റ്റിന് ആധികാരികമായി നമ്മളോട് സംവദിക്കാൻ വേണ്ടി രണ്ട് വ്യക്തികൾ എത്തിയിരുന്നു. ഒന്ന് ശ്രീ ജോസ് മാവേലി, ചെയർമാനും ഫൗണ്ടറുമായ ജീവൻ സേവ ശിശുഭവൻ്റെ ഫൗണ്ടറും ചെയർമാനുമാണ്. അദ്ദേഹം കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചു. കണക്കുകൾ എടുത്തുകൊണ്ട് നമ്മളോട് പറഞ്ഞു. അത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ്. അപ്പോൾ ആ സമയം കണ്ടെത്തി നമ്മളോട് ഇതിനു വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ എത്തിയ ശ്രീ ജോസ് മാവേലിയോടുള്ള നന്ദിയും കടപ്പാടും WMC യൂറോപ്പ് റീജിയൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും നേർന്നുകൊള്ളത്. അടുത്തതായി നമ്മളുടെ അടുത്ത ഗസ്റ്റായി വന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ ജോസ് തെറ്റയിലാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വഹിച്ചിരുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് പഠിച്ച കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. നമ്മളുടെ നാടിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതികളെല്ലാം വിശദീകരിച്ചു.
അപ്പോൾ ഈ അവസരത്തിൽ സമയം കണ്ടുകൊണ്ട് നമ്മളോടൊപ്പം അവിടെ വന്ന ശ്രീ ജോസ് തെറ്റയിൽ എക്സ് മിനിസ്റ്ററിനോടുള്ള നന്ദിയും കടപ്പാടും നിങ്ങളുടെ ഏവരുടെയും പേരിലും WMCയുടെ പേരിലും നേർന്നുകൊള്ളട്ടെ. അടുത്തത് ആശംസാ പ്രസംഗരായി നമ്മളുടെ 2 പ്രമുഖ വ്യക്തികൾ, WMC ഗ്ലോബൽ ചെയർപേഴ്സൺ ശ്രീ ഗോപാലപിള്ള സാറും നമ്മളുടെ പ്രസിഡന്റ് ശ്രീ ജോണത്തായ് സാറും എത്തി നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അവർ രണ്ടുപേരോടുള്ള നന്ദിയും കടപ്പാടും ഞാനിവിടെ WMC യൂറോപ്പ് റീജിയൻ്റെ പേരിൽ നേർന്നുകൊള്ളട്ടെ. പിന്നീട് ജനറൽ ഡിസ്കഷനിൽ വന്നുകൊണ്ട് ഒത്തിരി പേർ സംസാരിച്ചു. അതിലാദ്യമേ ശ്രീ ജോൺസൺ തലച്ചില്ലൂർ, നമുക്കറിയാം WMC യൂറോപ്പ് റീജിയൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ശ്രീ ജോൺസൺ തലച്ചല്ലൂരിനോടുള്ള നന്ദിയും കടപ്പാടും WMC യൂറോപ്പ് റീജിയൻ്റെ പേരിൽ നേർന്നുകൊള്ളുന്നു. അടുത്തതായി നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ലളിത മാത്യു ആണ്, ഗ്ലോബൽ വിമൻസ് ഫോറം പ്രസിഡൻ്റാണ്. അപ്പോൾ ഡോക്ടർ ലളിത മാത്യുവിനോടുള്ള നന്ദിയും കടപ്പാടും WMC യൂറോപ്പ് റീജിയൻ്റെ പേരിൽ നേർന്നുകൊള്ളട്ടെ. പിന്നീട് കടന്നു വന്നത് ശ്രീ ജോർജ് കാളിയാടനാണ്, ഡോക്ടർ ജോർജ് കാളിയാടൻ. അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും ഞാനിവിടെ WMC യൂറോപ്പ് റീജിയൻ്റെ പേരിൽ നേർന്നുകൊള്ളുന്നു. കൂടാതെ സംസാരിച്ച ശ്രീ കാരൂർ സോമൻ, എഴുത്തുകാരനും ചിന്തകനുമായ കാരൂർ സോമനും നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഭംഗിയായി സംസാരിച്ചു. അപ്പോൾ ശ്രീ കാരൂർ സോമനോടുള്ള നന്ദിയും കടപ്പാടും WMC യൂറോപ്പ് റീജിയൻ്റെ പേരിൽ ഞാനിവിടെ നേർന്നുകൊള്ളട്ടെ. അടുത്തതായി സംസാരിച്ചത് ദുബായിൽ നിന്നുള്ള KA പോൾസനാണ്. പോൾസനും WMC യൂറോപ്പ് റീജിയൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും നിങ്ങളുടെ ഏവരുടെയും പേരിൽ നേർന്നുകൊള്ളട്ടെ. അടുത്തതായി നമ്മുടെ 2ാമത്തെ സെക്ടറായ കലാപരിപാടികളിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യമായി പ്രയർ സോങ് ആലപിച്ച സോബിച്ചൻ ചേന്നക്കരയോടും കൂടാതെ ഗാനങ്ങൾ ആലപിച്ച ജെയിംസ് പത്തിക്കൽ, ലിതേഷ് രാജ് എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും WMC യൂറോപ്പ് റീജിയൻ്റെ പേരിൽ നേർന്നുകൊള്ളട്ടെ. കൂടാതെ നമ്മളെ വളരെ മനോഹരമായ ഗ്രൂപ്പ് ഡാൻസുമായി വന്ന അന്ന ആൻ്റണി ആൻഡ് ടീം, അതിൽ സൈമ കിരൺ, വൈഗ, മയൂഗ, ദിയ, നന്ദകര, ഷിക, ഗോപിക എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും WMC യൂറോപ്പ് റീജിയൻ്റെ പേരിൽ നേർന്നുകൊള്ളുന്നു. അത് കൂടാതെ സുരഭി പ്രസാദ് സിംഗിൾ ഡാൻസുമായി വന്നുകൊണ്ട് ഉമ്മർ കോയിൽ പ്രൊവിൻസിൽ നിന്ന് വന്ന സുരഭി പ്രസാദിനോടുള്ള നന്ദിയും കടപ്പാടും WMCയുടെ പേരിൽ യൂറോപ്പ് റീജിയൻ്റെ പേരിൽ ഞാനിവിടെ നേരുകയാണ്. ഒരിക്കൽ കൂടി ഇതുകൂടാതെ നമ്മുടെ കോഹോസ്റ്റായിരുന്ന 2 വ്യക്തികളുണ്ട്. ഒന്ന് ശ്രീ ജോൺസൺ തലച്ചെന്നൂരും കൂടാതെ ഡേവിസ് ഇമ്മാനുവലും. അവർ 2 പേരോടുള്ള നന്ദിയും കടപ്പാടും ഞാനിവിടെ WMC യൂറോപ്പ് റീജിയൻ്റെ പേരിൽ നേരുകയാണ്. നമ്മൾ സമയം ഒത്തിരി അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഇനി നീട്ടുന്നില്ല. ആരെങ്കിലും നമ്മൾ ഇവിടെ ചേർന്ന ഈ മീറ്റിങ്ങിലേക്ക് വന്ന എല്ലാ വ്യക്തികൾക്കും, നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ വന്ന എല്ലാ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കലാ സാംസ്കാരിക ഈ വേദി ധന്യമാക്കിയ എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഇന്നത്തെ ഈ കലാ സാംസ്കാരിക വേദിയിൽ ടെക്നിക്കൽ സപ്പോർട്ട് നൽകി നമ്മളെ സഹായിച്ചത് അമേരിക്കൻ റീജിയൻ പ്രസിഡന്റ് ജോൺസൺ തലശ്ശല്ലൂരും ഡേവിസ് എമാനുവലും ചേർന്നാണ്. 2 പേർക്കും നമ്മുടെ വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയന്റെ നന്ദി സാദരം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കലാ സംസ്കാരത്തിന് വിട പറയുകയാണ്. നമ്മൾ ഇനി സെപ്റ്റംബറിൽ ഓണമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്, സെപ്റ്റംബർ 27-ാം തീയതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഗുഡ് ബൈ.